ഒരു ഭാഗത്ത് മുസ്ലിംസിൻ്റെ ഗ്രാമം, ഒരു ഭാഗത്ത് ഹിന്ദുസിൻ്റെ ഗ്രാമം. അവർ പരസ്പരം പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവുമെങ്കിലും കളവിൻ്റെ കാര്യത്തിൽ കൊള്ളയ്ക്ക് അവരെല്ലാവരും ഒരുമിച്ചാണ്. ആണെങ്കിൽ വെറും ഫ്രീ ഹാൻഡിലാണ് പോണ്. നമ്മളടുത്ത് ആകെ കയ്യിലുള്ളത് ചങ്കൂറ്റം മാത്രമേ ഉള്ളൂ. സ്കോഡുകാരെ നിർത്തി ഇന്ത്യയാണ്. ഇന്ത്യക്ക് അപ്പുറമുണ്ട്. ഇന്ത്യക്ക് അപ്പുറം പോയി കേസ് നടത്തി നമ്മൾ പിടിച്ചു കൊള്ളുന്നുണ്ട്. ഈ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ ടാറ്റാ സുമോയിലൊന്നും അല്ല, ഫ്ലൈറ്റാണ്. ഈ പറഞ്ഞമാതിരിക്ക് നേപ്പാളല്ല, ബംഗ്ലാദേശല്ല, എവിടെ പോയാലും ആളെ പിടിക്കും, പൊക്കിയിട്ട് വരും. കേരള പോലീസിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എവിടെ പോയാലും പിടിച്ചിട്ട് വരും. രാധാനഗർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരിക്കലും സഹകരിക്കുന്നില്ല നാട്ടിൽ SHO. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വെടിവെപ്പ് ഉണ്ടായതാണ്. ഈ കുറുവാ സംഘം പോലൊരു അവിടെ അവരുടെ ഗ്രാമങ്ങളിൽ അവരതാണ്. ഉദുവ ഹോളിഡേ റോബേഴ്സ്. അതെന്താണ് അങ്ങനെ ഒരു വിചിത്രമായ പേര്? 1-2 ഹോളിഡേയ്സൊക്കെ അടുപ്പിച്ച് വരുന്ന സമയത്താണ് ഒരു മോഷണം നടത്തുക. ഇന്ത്യ മുഴുവൻ മോഷ്ടിക്കും. ചെറിയ പയ്യന്മാരാണ് ഇവരൊക്കെ. കണ്ടില്ല, നമ്മുടെ ഇവിടുത്തെ ബംഗാളികൾ കണ്ടിട്ടില്ല, നമ്മൾ വരുന്നത് ഏതെങ്കിലും പ്രായമുള്ള തന്താരായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? അതുപോലെയൊക്കെ തന്നെ അവൻ തോക്ക് എടുക്കുന്നതിന് മുന്നേ അവനെ ചവിട്ടി വീഴ്ത്തിയിട്ടൊക്കെയാണ് അവനെ പിടിച്ചത്. അപ്പോഴേക്കും അവൻ്റെ കയ്യിൽ നിന്നൊക്കെ തോക്ക് പിടിച്ചു. ആ തോക്കായിട്ട് ഞങ്ങളിവിടെ വന്ന് ഒരു പിസ്റ്റൾ എടുത്തതുകൊണ്ട് ലോക്കൽ മെയ്ഡ് ഒരു പിസ്റ്റൾ. അവിടെയൊക്കെ ഇഷ്ടംപോലെ 25,000 രൂപ കൊടുത്ത നല്ല ലോക്കൽ മെയ്ഡ് സാധനം കിട്ടുന്ന പറഞ്ഞു. അവന് ഈ എക്സോസ്റ്റ് ഫാനിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുന്ന ഒരു പരിപാടി. അവൻ തന്നെ കയറിയത് ചെറിയൊരു ഹോളാണ്. ഈ ചെറിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ പ്രതികൾ കടന്നതാണ്. അപ്പോൾ അതിന് ശാസ്ത്രമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല കടന്ന സ്ഥലത്ത് കൂടെ ബോഡി കിടക്കും. സാർ, ഈ കുറ്റാന്വേഷണം പ്രമേയമാക്കി ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ വളരെ പ്രയാസപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒരു ചെറിയ പിടിവള്ളിയിൽ നിന്ന് തുമ്പുണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അപകടകരമായ രീതിയിൽ സഞ്ചരിച്ച് അവിടെ പോയി പ്രതിയെ പിടികൂടിക്കൊണ്ടുവരുന്ന ഒരു ശൈലി നമ്മുടെ കേരള പോലീസിനുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാറും സ്ക്വാഡിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന അങ്ങനെ ഒരു സംഭവം പറയാമോ? നിരവധി സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പല കേസുകളുടെ അന്വേഷണവുമായിട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഗ്രാമങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ, വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ, പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ, അതേമാതിരി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമാതിരി അന്വേഷണം ഭാഗമായി സഞ്ചരിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഓർമ്മ വരുന്ന ചില കാര്യങ്ങളൊന്ന് 27/1/2018 അന്ന് ഞാൻ ജലജ മർഡർ കേസ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്നിട്ടുള്ള ഒരു ജലജ മർഡർ കേസ് ഉണ്ടായിരുന്നു. 4-5 വർഷത്തിന് ശേഷം, 3-4 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ അന്വേഷണത്തിന് പോകുന്നത്. ആ അന്വേഷണത്തിൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതിൻ്റെ അന്വേഷണത്തിൽ 3-4 വർഷത്തിന് ശേഷം പ്രതിയെ പിടിച്ചതിന് ശേഷം അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 27/1/2018 തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള ഇടശ്ശേരി ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറിയിൽ നിന്നും ഒരു 13 കിലോ സ്വർണവും 6 ലക്ഷം രൂപയും കവർച്ച നടത്തുന്നൊരു കേസുണ്ടാകുന്നു. നാടിനെ ഞെട്ടിച്ചൊരു കേസായിരുന്നു. നമ്മുടെ ജില്ലയിലൊക്കെ അങ്ങനെ അപൂർവമായിട്ടുള്ള അത്രയും വലിയ അളവിൽ സ്വർണം നഷ്ടപ്പെട്ടൊരു കേസാണ്. സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന് വലിയൊരു സംഘത്തെ നിയോഗിക്കും. അന്ന് നമ്മുടെ SP ഉണ്ടായിരുന്നു യതീഷ് ചന്ദ്ര സാറായിരുന്നു, IPS. പിന്നെ DIG അജിത് കുമാർ സാർ, പിന്നെ ഇപ്പോഴത്തെ DGP ഉണ്ടായിരുന്ന അജിത് കുമാർ സാറായിരുന്നു. സ്റ്റേറ്റ് DGP തന്നെ നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ഇത്രയും വലിയ പ്രമാദമായ കേസ്, സെൻസേഷണലായ കേസായതിൻ്റെ പേരിൽ ഒരു വലിയ അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചു. 15 പേരോളം അടങ്ങുന്ന ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അന്നത്തെ DYSP ഷാഹുൽ ഹമീദ് സാറായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. അപ്പോൾ ആൾ IPS ഒക്കെ കിട്ടി SP ആണ്. അപ്പോൾ ഈ കേസ് റിപ്പോർട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജില്ലയിലെ പോലീസ് സ്ക്വാഡിലുള്ള ആളുകളെന്ന നിലയിൽ നമുക്ക് വിളി വന്നു. അപ്പോൾ എന്തായാലും അവിടുത്തെ കേസ് ഡിറ്റക്ഷനായി. ആലപ്പുഴ കേസ്, മർഡർ കേസ് 3-4 വർഷത്തിന് ശേഷം അത് ഡിറ്റക്ഷനായി. അതിൻ്റെ അന്തിമഘട്ടത്തിലായതിൻ്റെ പേരിൽ അന്നത്തെ SP പറഞ്ഞു, ക്രൈംബ്രാഞ്ച് SP, ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്, ആലപ്പുഴ ക്രൈംബ്രാഞ്ച്, എറണാകുളം ക്രൈംബ്രാഞ്ച് SP ആണ് അതിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നത്. നമ്മുടെ സുദർശ സാറ് ആൾ പറഞ്ഞു, അഷ്റഫിനെയൊക്കെ വിളിക്കുന്നുണ്ട്, അവിടെ സെൻസേഷണൽ കേസ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് പോകേണ്ടി വരും, ഒരു പണി ചെയ്യുക, സുനിലും അഷ്റഫും അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നത്. ഇത് ലോക്കൽ പോലീസ് അന്വേഷണം എങ്ങും എത്താതെ വരുമ്പോഴാണോ ഇങ്ങനെ സ്ക്വാഡിൽ ഇത്രയും പ്രമാദമായ കേസ് ഉണ്ടാകുമ്പോൾ ലോക്കൽ പോലീസ് തന്നെ ഒരു സ്ക്വാഡ് ഫോം ചെയ്യും. സ്റ്റേഷൻ പോലീസിന് പെട്ടെന്നൊന്നും എല്ലാ കേസുകളിലേക്കും പോകാൻ പറ്റില്ലല്ലോ. കാരണം ഒരുപാട് ഡ്യൂട്ടികളുണ്ട്, നോർമൽ ഡ്യൂട്ടികൾ കുറേ ഉണ്ട്, ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടികൾ, സ്റ്റേഷൻ അതിർത്തിയിലെ ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കേസിനൊക്കെ ഒന്നിച്ചിടപെടാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ കേസുകൾ ഉണ്ടാകുമ്പോൾ, പ്രമാദമായ കേസുകൾ, മർഡർ കേസുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ SP അല്ലെങ്കിൽ അവിടുത്തെ DYSP ഒക്കെ കൂടിയിട്ട് ഒരു സ്ക്വാഡിനെ രൂപീകരിക്കുക. ഇതിപ്പോൾ സംസ്ഥാനം അറിയുന്ന ഒരു പ്രമാദമായ കേസായില്ലേ. 13 കിലോ സ്വർണ്ണം 6 ലക്ഷം രൂപയായിട്ട് വലിയൊരു കവർച്ചയല്ലേ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സ്ക്വാഡ് ഫോം ചെയ്യും. അപ്പോൾ നാട്ടിൽ ആ ജില്ലയിലെ അറിയപ്പെടുന്ന
കുറ്റാന്വേഷണ വിദഗ്ധരെന്ന് പറയില്ലേ, സ്ക്വാഡുകാർ, അവരെയൊക്കെ വെച്ചിട്ട് ഒരു 15 പേരോളം നടന്ന്. അപ്പോൾ അതിൽ ഞാൻ സുനിലിന് ഞങ്ങൾ അന്ന് ജലജ കേസിൻ്റെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിൽ, എറണാകുളം ക്രൈംബ്രാഞ്ചിൽ അറ്റാച്ച് ചെയ്ത് സുധർ സാറിൻ്റെ കീഴിൽ ജലജ കേസിൻ്റെ അന്വേഷണത്തിലായിരുന്നു. ഞാനും സുനിലിനും നേരെ ചാലക്കുടിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ചാലക്കുടി ഷാവുൽ അമീർ സാറിൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്തു. യതീഷ് ചന്ദ്ര സാറിൻ്റെ മേൽനോട്ടത്തിൽ മറ്റേ അജിത് കുമാർ സാറില്ലേ ഇപ്പോൾ DGP ആയത്. കേസിൻ്റെ മോഡസ് ഓപ്പറാണ്ടി അതിന് കണ്ടിട്ട് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറിയുടെ പുറകു വശത്തുള്ള ചെറിയൊരു എക്സോസ്റ്റ് വാൻ ഇളക്കി മാറ്റി ആ എക്സോസ്റ്റ് വാൻ്റെ ഹോളിലൂടെയാണ് പ്രതികളകത്ത് കടന്നിരിക്കുന്നത്. എന്നിട്ട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ സേഫ് ലോക്കർ പൊട്ടിച്ചിട്ടാണ് സ്വർണ്ണവും പൈസയും ഒക്കെ എല്ലാം എടുത്തിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു ചെറിയ കുറ്റവാളികളല്ല, ഒരു വലിയ കവർച്ചാ സംഘം തന്നെയാണ്. നമുക്ക് മനസ്സിലായി. നമുക്ക് ഓരോ കേസുകളുടെ പരിചയസമ്പത്താണ് അതിൻ്റെ ആ കാര്യങ്ങൾ. ഇങ്ങനെ ഈ കവർച്ചാ കേസുകളിൽ പെടുന്ന മോഷ്ടാക്കൾ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പോലീസിന് പരിചിതരമായിട്ടുള്ള ഒരുപാട് മോഷ്ടാക്കൾ ഈ മോഡസ് ഓപ്പറാണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില ഇതറിയും. ഇത് മോഡസ് സ്കർട്ട് ഉപയോഗിച്ചാണ്, അതിൽ കയറിയാണ്, ഇത് കയറിയാണ്. ഇപ്പം നമ്മൾ അപ്പോൾ അത്തരം പഴയ കേസുകൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, മുമ്പ് നടന്നു പോയിട്ടുള്ള കേസുകൾ, അത് ഡിറ്റക്ഷനായ കേസുകൾ, ഡിറ്റക്ഷൻ ആവാത്ത കേസുകൾ. അപ്പോൾ ഏകദേശം അതിന് മോഡസ് ഓപ്പറാണ്ടിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല സംശയം തോന്നി, ഇതൊരു വടക്കേന്ത്യൻ കൊള്ളസംഘമായിരിക്കണം. ആ ഒരു മോഡലിലാണ് കേസ്. അല്ല, ഇങ്ങനെ ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലില്ല. അത് ഇല്ല, ചില വിധത്തിലുള്ള ആളുകളുണ്ട്. പണ്ട് ബാങ്ക് കവർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഓരോ കവർച്ചകൾ നോക്കുമ്പോൾ അതിനൊരു സ്വഭാവം ഉണ്ട്, അതിൻ്റെ എൻട്രിക്കും എക്സിറ്റിൻ്റെ ഒക്കെ ഒരു സ്വഭാവമുണ്ട്. ആ ഒരു മോഡസ് ഓപ്പറാണ്ടിയൊക്കെ നോക്കിയപ്പോൾ നമുക്ക് കയറുന്നൊരു സംശയമാണ്. അപ്പോൾ നമ്മൾ ഓരോ സംശയങ്ങളും പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകുക. നമുക്ക് ചില ആളുകൾ ഈ സംശയം പറയുന്ന സാർ ഇത് ഇങ്ങനെയാവാനാണ് സാധ്യത, അപ്പോൾ നമ്മൾ നിങ്ങൾ അവരോട് നിങ്ങളുടെ സാധ്യതകളെ കുറിച്ചിട്ട് പഠിക്കുക, അതിൽ എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് വന്നില്ല, എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു നിഗമനത്തിലെത്തണമല്ലോ എല്ലാം കൂടി. നിശ്ചിത സ്റ്റേജിൽ അങ്ങനെയല്ലേ തുടങ്ങുന്നത്. രണ്ടിടത്തോ പിടിച്ച് പറഞ്ഞിട്ട് ഒരു 0-ൽ നിന്നൊരു കേസിലേക്ക് ഒന്നൊരു തുമ്പില്ലാത്ത ഒരു തെളിവുകളും ഇല്ലല്ലോ. ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ അത് അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ അത്തരം കേസുകൾ ഉണ്ടായിട്ടുള്ള നമ്മൾ ഡീറ്റെയിൽസ് എടുക്കും. ഇതേപോലുള്ള ഉണ്ടായിട്ടുള്ള മോഡസിലുണ്ടായിട്ടുള്ള കേസുകൾ ഇന്ത്യയിൽ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ത്യ മുഴുവനുള്ള ഈ ഡാറ്റാബേസ് നമുക്ക് ആക്സസിബിൾ ആണ്, കിട്ടും, ആക്സസ് ആണല്ലോ. നമുക്കടുത്ത് ഒരു നമ്മുടെ ഈ സ്ക്വാഡുകാരുടെ കയ്യിൽ തന്നെ ഒരു വലിയ ഡാറ്റ ഉണ്ടാവും നമ്മുടെ സിസ്റ്റത്തിൽ. അല്ല, സാധാരണ നമ്മുടെ ഫിംഗർ പ്രിന്റ് വരുന്ന കേസുകളിലേക്ക് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ എല്ലാ ക്രിമിനൽസിൻ്റെയും ഏത് കേസിൽ ഉൾപ്പെട്ട ക്രിമിനൽസിൻ്റെയും ഡാറ്റ ഉണ്ടാവും. ഏത് പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാ ക്രൈം കേസുകളിലും, എല്ലാ കേസില്ല, പ്രോപ്പർട്ടി കേസുകൾ, ഗ്രാവിറ്റിയുള്ള മർഡർ കേസുകൾ, റേപ്പ്, അതുപോലുള്ള വലിയ കേസുകളിലെ പ്രോപ്പർട്ടി കേസുകൾ പൂർണ്ണമായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ നമുക്കിത് കാണുമ്പോൾ അപ്പോൾ നമ്മൾ ചിന്തിക്കും അത്തരം കേസുകൾ, ഇത്തരം കേസുകൾ മുമ്പ് നടന്നിട്ടുള്ളത് എവിടെയൊക്കെയാണ്, അതിൽ ഏതൊക്കെ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊരു. അപ്പോൾ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് സ്ക്വാഡുകാരായിട്ട് ബന്ധമുണ്ടാവും, എല്ലാ സംസ്ഥാനങ്ങളും. പിന്നെ അതുണ്ടാവും നമ്മുടെ ബൗണ്ടറി അതിർത്തി സംസ്ഥാനങ്ങൾ, കർണാടക, തമിഴ്നാട്. ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടേക്കുള്ള പോലീസുകാരായിട്ട് ബന്ധപ്പെടില്ല. നമ്മൾ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയാണ് അതിർത്തി, അത് ഇന്ത്യയാണ് അതിർത്തി, സ്ക്വാഡുകാരുടെ അതിർത്തി ഇന്ത്യയാണ്. ഇന്ത്യക്ക് അപ്പുറം ഉണ്ട്, ഇന്ത്യക്ക് അപ്പുറം പോയി കേസ് നടത്തിയിട്ടുണ്ട്, നമ്മൾ പിടിച്ചു കൊണ്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കും, നമ്മൾ പരിചയമുള്ളത് നമ്മൾ തമിഴ്നാട്ടിൽ അന്ന് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായില്ലേ, ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായില്ലേ, ആ കേസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതിനെ പറ്റി പറയും. അപ്പോൾ ഏകദേശം നമുക്കൊരു മോഡസ് കിട്ടും. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ഇങ്ങനെ 1-2 കേസും അത് ഡിറ്റക്ഷനൊക്കെ ആയിട്ടുള്ള വിവരമാണ്. തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെ എൻ്റെ അന്നത്തെ സൈബർ വിങ്ങിലുള്ള ആളുകൾ ഉണ്ട്, അവരുടെ സഹായം തേടി അവരെ വിളിച്ചു വരുത്തി അവരുടെ ഡാറ്റാസ്. അതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യുക ഈ ലൊക്കേഷൻ ഉണ്ടല്ലോ, മൊബൈൽ അതിൻ്റെ ജ്വല്ലറി ലൊക്കേഷൻ, അതിനകത്തൊരു ടവർ ഉണ്ടാവും, മൊബൈൽ ടവർ. ആ ടവർ ഡംപ് എടുക്കും, മനസ്സിലായോ? ടവർ ഡംപ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ടവറിൻ്റെ കീഴിൽ ഈ ദിവസങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ ഫോൺ കോളുകളുടെയും ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് മെസ്സേജ് തുടങ്ങിയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ എല്ലാം വന്നിട്ടുള്ള എല്ലാ നമ്പറുകളുടെയും ഡാറ്റ കളക്ട്, ഫുള്ള് ബൾക്ക് ഡാറ്റ, ലക്ഷക്കണക്കിന് നമ്പറുകൾ അതുകൊണ്ട് എടുക്കും ആദ്യം. നിസ്സാരമല്ല. അതേമാതിരിക്ക് പരിസരത്തെ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ. അപ്പോൾ നമ്മൾ ആലുവ, ചാലക്കുടി, തൃശ്ശൂർ ഈ ഏരിയകളിലുള്ള അവിടുത്തെ ഡാറ്റാസ് കൊടുക്കും, ഇതേപോലെ ഡംപ് ഡാറ്റാസ്. പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ മുൻപ് ഇതേമാതിരിക്ക് അപ്പോൾ മറ്റേ അവിടുന്ന് നമ്മൾ ഈ കേസുകൾ ഡിറ്റക്ഷനായിട്ടുള്ള തമിഴ്നാട്ടിലൊരു കേസാണ്. അവരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ SP ഒക്കെ ബന്ധപ്പെട്ടിട്ട് അന്ന് ആ കേസിൽ ഇത് ഡാറ്റ കളക്ഷൻ നടത്തിയിട്ടുള്ളതും സൈബർ അനലൈസ് നടത്തിയിട്ടുള്ളതൊക്കെ ഒരു എസ്ഐണ്ട്, ശാസ്ത, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. നമുക്ക് ഏകദേശം നമ്മളൊരു വടക്കേന്ത്യൻ മോഷണമാണെന്ന് നമുക്കൊരു
എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടായല്ലോ ആ മോഡസ് ഓപ്പറാണ്ടിയെ കണ്ടിട്ട്. ആ വടക്കേന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇതുപോലെ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കേസുകളിൽ ഡിറ്റക്ഷനായിട്ടുള്ള ഒരു തമിഴ്നാട് കേസുണ്ട്. അത് അന്നത്തെ കാലത്ത് അനലൈസ് ഒക്കെ ചെയ്തിരുന്ന ഒരു എസ് ഐ ഉണ്ട്, ശാസ്ത. അപ്പോൾ അവരുടെ കയ്യിൽ കുറേ ഡാറ്റാസ് ഉണ്ടാവും. അന്ന് പ്രതികളെ പിടിച്ചപ്പോൾ ആ പ്രതികളുടെ മൊബൈലിൻ്റെ കോൾ ഡീറ്റെയിൽസുകൾ, അവരുടെ ബി പാർട്ടി കോൾ ഡീറ്റെയിൽസുകൾ, എ പാർട്ടി കോൾ ഡീറ്റെയിൽസുകൾ പറഞ്ഞ ഒരുപാട് കോൾ ഡീറ്റെയിൽസുകൾ ഉണ്ടാവും. ആ ഡാറ്റാസ് മൊത്തം ഉണ്ടാവും, ബൾക്ക് ഡാറ്റ, ലക്ഷക്കണക്കിന് നമ്പറുകളുടെ ഡാറ്റാസ്. അങ്ങനെ ഞങ്ങൾ അവരെയും വിളിച്ചു വരുത്തി അവരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് അവരുടെ കയ്യിൽ അന്ന് ആ കേസ് ഡിറ്റക്ഷൻ ആകുമ്പോൾ ഉണ്ടായിരുന്ന പ്രതികളുടെ ഫോൺ ഒരു പ്രതികൾക്ക് ചിലപ്പോൾ പല നമ്പറുകളുണ്ടാവും, കുറേ നമ്പറുകളുണ്ടാവും. അവർ ഉപയോഗിച്ചത്, ആദ്യം ഉപയോഗിച്ചത്, രണ്ടാമത് ഉപയോഗിച്ചിരുന്ന നമ്പറുകൾ. അങ്ങനെ അവരുടെ ആ പ്രതികളുടെ മറ്റേ ഡീറ്റെയിൽസും പുറത്തെടുത്തു. ആ ഡീറ്റെയിൽസും ഇവിടുന്ന് എടുത്തിട്ടുള്ള ഡമ്പുകളും ടവർ ഡമ്പിലത്തെ നമ്പറുകളും ഇല്ലേ, ഇതുകൊണ്ട് കൂട്ടിയിട്ട് ഒന്ന് അനലൈസ് ചെയ്തു, ഒരു മാച്ചിങ് നടത്തി. അപ്പോൾ ഒരു കോമൺ നമ്പർ കിട്ടി. ഇതിന് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഉണ്ട്. അല്ലാതെ നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റില്ല. മാനുവലി ഞാൻ ഈ സൈബർ സെല്ലൊക്കെ വരുന്നതിന് മുന്നേ മാനുവലായിട്ട് 2002 ആ കാലഘട്ടത്തിലൊക്കെ ഇതേമാതിരിക്ക് അന്ന് നമുക്ക് സൈബർ സെല്ലില്ല, കമ്പ്യൂട്ടറില്ല പോലീസ് സ്റ്റേഷനിൽ. ആ കാലത്ത് ഞാൻ ഇതേമാതിരിക്ക് അന്ന് ഫോണൊക്കെ പ്രാബല്യത്തിൽ വന്ന കാലത്ത് ഇതേപോലെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് ഒരു മർഡർ കേസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അന്ന്. ഇന്നിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലാണ് സോഫ്റ്റ്വെയർ, അത് ചെറിയ നമ്പർ പ്രിൻ്റഡ് വന്നിട്ടുള്ള പ്രിൻ്റ് മാനുവലായിട്ട് നോക്കുകയല്ലേ. ഇത് അതല്ല, ലക്ഷക്കണക്കിന് നമ്പറുകൾ നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ട് പോലീസിന്. ആ സോഫ്റ്റ്വെയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് അനലൈസ് ചെയ്യും, സോർട്ട് ചെയ്ത് തരും ഒരേ നമ്പറുകൾ. അത് SMS വന്നത്, കോള് വന്നത്, ഇൻകമിങ് വന്നത്, ഔട്ട് ഗോയിങ് വന്നത്, അതർ സ്റ്റേറ്റ് നമ്പർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള തരംതിരിച്ചിട്ടൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടും. കുറച്ച് പണിയുണ്ട്, മണിക്കൂറുകൾ ദിവസങ്ങളോളൊക്കെ ഇരിക്കണം. അപ്പോൾ ശാസ്ത്രയുടെ സഹായത്തോടുകൂടി നമ്മൾ അവരുടെ കയ്യിലുള്ള ഡാറ്റാസും നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസും ചേർത്തിട്ട് ഒരു അനലൈസേഷൻ നടത്തി, ഒരു കമ്പാരിസൺ നടത്തിയപ്പോൾ നമുക്ക് ഒരു കോമൺ നമ്പർ കിട്ടി. ആ കോമൺ നമ്പറിൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തു. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരിക്ക് അവരുടെ ശാസ്ത്രയുടെ ഡീറ്റെയിൽസ് ഇതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വടക്കേന്ത്യൻ നമ്പറുകളായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ അത് ചാലക്കുടി വന്നിട്ടുണ്ട്, ഈ ഏരിയയിലുണ്ട്, ലൊക്കേഷനിലുണ്ട്, ചാലക്കുടിയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട് 1-2 പ്രാവശ്യം, ആലുവയിലുണ്ട്, തൃശ്ശൂരിലുണ്ട്, അവിടെ ഇവിടെയൊക്കെ ലൊക്കേഷൻ കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിട്ടുണ്ട് കേരളത്തിൽ. പിന്നെ അതങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അതിൽ ഞങ്ങൾ നോക്കിയപ്പോൾ തൃശ്ശൂരിലുള്ള ഒരു ഹോട്ടലിൽ നിന്നൊരു വിളി വന്നായിട്ട് ഉടനടി ടീം അങ്ങോട്ട് പോയി ഹോട്ടലിൽ പരിശോധിച്ചു. ഈ നമ്പർ കൊടുത്ത് പരിശോധിച്ചപ്പോൾ അവിടെ റൂം എടുത്തിട്ടുണ്ട്, നല്ല ലക്ഷറി റൂമുകൾ, സൂട്ടുകൾ എടുത്തിട്ടാണ് താമസിക്കുന്നത്. 1-2 ആളുകൾ താമസിച്ചിട്ടുണ്ട്. ഈ കവർച്ച നടന്ന സ്ഥലത്ത് നിന്ന് തെളിവുകളൊന്നും വേറെ ഒന്നുമില്ല, അവരൊക്കെ എല്ലാ തെളിവും നശിപ്പിച്ചിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അവിടുത്തെ അവർ ID പ്രൂഫ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ആ ID പ്രൂഫ് പ്രകാരം ഒരുത്തൻ്റെ നമ്പർ കിട്ടി. ആ ഫോൺ നമ്പർ വെരിഫൈ ചെയ്തപ്പോൾ അയാൾ തൃശ്ശൂർ ഒരു ഹോട്ടലിൽ നിന്ന് വിളിച്ചതായിട്ട് കണ്ടു. ഹോട്ടലിൽ പോയി അന്വേഷണം നടത്തിയപ്പോൾ അവിടെ റൂം എടുത്തിട്ടുണ്ട്, സൂട്ടൊക്കെ എടുത്തിട്ടുള്ളവർ. അപ്പോൾ അവൻ്റെ പേരെന്ന് അശോക് ബാരിക്. അപ്പോൾ അവൻ്റെ ID പ്രൂഫും കാര്യങ്ങളൊക്കെ കിട്ടി. ഹോട്ടലിൽ കൊടുത്ത ID പ്രൂഫ് എടുത്തു, ഫോട്ടോ കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലുള്ള ബീഹാറിലുള്ള ഒരു ഉദുവ ഹോളിഡേ റോബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊള്ള സംഘമുണ്ട്. ഉദുവ ഹോളിഡേ റോബേഴ്സ്, ഈ കുറുവാ സംഘം പോലൊരു അവിടെ അവരുടെ ഗ്രാമങ്ങളിൽ അവരതാണ്. അതെന്താണ് അങ്ങനെ ഒരു വിചിത്രമായ പേര്? അവിടെ ഈ ഹോളിഡേ സ്ഥലങ്ങളിൽ സമയത്താണ് അവർ മോഷണം പറയുന്നത്. 1-2 ഹോളിഡേയ്സൊക്കെ അടുപ്പിച്ച് വരുന്ന സമയത്താണ് ഒരു മോഷണം നടത്തുക. ഇന്ത്യ മുഴുവൻ മോഷ്ടിക്കും, മുഴുവൻ നടന്നു എല്ലാം മോഷണം നടന്നിട്ട് വലിയ വലിയ റോബറികൾ നടത്തുന്നവരാണ്. നാട്ടിൽ പോയിട്ട് ഒരു ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കൊക്കെ കിടക്കും, സ്ഥലങ്ങൾ കൃഷികൾ മേടിക്കുക, ആർഭാടായിട്ട് ജീവിക്കുക. അവരുടെ ഗ്രാമത്തിലേക്ക് പെട്ടെന്ന് ഒരാൾക്ക് കിടക്കാനും പറ്റില്ല. അങ്ങനത്തെ വലിയ ഡൽഹി പോലീസ് തന്നെ ഒരിക്കൽ പോയിട്ട് തോറ്റു പോകുന്നതാണ്, വെടിവെപ്പും അങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചരിത്രങ്ങളൊക്കെ നമ്മളെടുത്തു, കാര്യങ്ങൾ മനസ്സിലായി. എന്തായാലും അവരിൽപ്പെട്ട ആളുകളാണല്ലോ എന്ന് മനസ്സിലായി. ഈ അഡ്രസ്സും കിട്ടി, ഇവിടെ ലൊക്കേഷനും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരിലേക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല. വെരി ഒറിജിനൽ ആയിട്ട് തന്നെയാണ് ഈ ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ കൊടുത്തത്. ഇവിടെ അല്ലല്ലോ ഹോട്ടലിൽ റൂം എടുത്തിരിക്കുന്നത്, തൃശ്ശൂരല്ലേ. അപ്പോൾ മനസ്സിലായി, വേറെ ഒന്നും നമുക്ക് ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഉദുവ ഹോളിഡേ റോബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടീമുണ്ട് അവിടെ, അവരുടെ ഗ്രാമമാണ്, അവരുടെ അഡ്രസ്സിലാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തായാലും 2 വന്ന് അവർക്ക് പോവാം എന്ന് തീരുമാനിച്ച്
ഞാനും എൻ്റെ കൂടെ മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞ SI, സുനിൽ, മൂസ, പിന്നെ അങ്ങനെ ഞങ്ങൾ 4-5 പേര് ഫ്ലൈറ്റിൽ അപ്പോഴേ പുറപ്പെട്ടു. ഈ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ ടാറ്റാ സുമോയിലൊന്നും അല്ല, ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റിൽ പോയി. നേരെ ഫ്ലൈറ്റിൽ പോയി. എല്ലാവരും നമുക്ക് നടക്കില്ല. നേരെ നമ്മൾ മറ്റേ ജാർഖണ്ഡിലാണ് പോയത്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഞങ്ങൾ നേരെ ജാർഖണ്ഡിലേക്ക് പോയി, സാഹിബ്ഗഞ്ച്. ഈ ബീഹാറിലാണ് ഇവരുള്ളത്. അഡ്രസ്സ് കണ്ടത് ബീഹാറിലാണ്. പക്ഷേ ഈ അവൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ അവൻ്റെ ലൊക്കേഷൻ കാണുന്നത് കൂടുതലും ജാർഖണ്ഡിലാണ്. ബീഹാറും ജാർഖണ്ഡും ഏകദേശം അടുത്തടുത്താണല്ലോ. അപ്പോൾ സാഹിബ്ഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവൻ്റെ ലൊക്കേഷൻ കാണുന്നത്. അതിൻ്റെ പേരിൽ ഞങ്ങൾ അഡ്രസ്സിലേക്ക് പോയില്ല. മനസ്സിലായില്ലേ? അഡ്രസ്സ് കാണുന്നത് ബീഹാറിലെ കത്തിഹാർ ഡിസ്ട്രിക്റ്റിലാണ്, കത്തിഹാറിലാണ്. സാഹിബ്ഗഞ്ചിലാണ് കൂടുതലും ലൊക്കേഷൻ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നേരെ മറ്റേ സാഹിബ്ഗഞ്ചിലേക്ക് പോയി. ഫ്ലൈറ്റിൽ തന്നെ പോയി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയി സാഹിബ്ഗഞ്ച് DAG കണ്ടു. അപ്പോൾ ഇവിടുന്ന് ജഗദീഷ് ചന്ദ്ര സാറും അജിത് കുമാർ സാറൊക്കെ അവർക്ക് അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അന്വേഷണ സംഘം വരുന്നുണ്ട്, വേണ്ട സഹായങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ DAG പോയി കണ്ടു. DAG കണ്ടപ്പോൾ DAG കാര്യങ്ങൾ പറഞ്ഞു. ഒരു മാസം മുമ്പ് ഇവിടെ നിന്ന് ഒരു ടീം കേരളത്തിൽ പോയിട്ട് വലിയൊരു റോബറി നടത്തിയിട്ടുണ്ടെന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്. അതിൽ ബീഹാറിലുള്ള ബംഗാളിലുള്ളൊക്കെ ടീമുകളൊക്കെ ഉണ്ട്. ബീഹാറിലുള്ള ഒരുത്തൻ ഇവിടെ വന്ന് സ്ഥിരമായി വന്നു പോകുന്നുണ്ട്, ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്ന ഒരുത്തനാണ് എന്നൊക്കെ ഉള്ള വിവരം കിട്ടി. നിങ്ങളിവിടെ വന്നത് ആരും അറിയാൻ പാടില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്, നിങ്ങൾ ആരോടും ഒന്നും സംസാരിക്കരുത്, വളരെ രഹസ്യമായിട്ട് താമസിച്ചോളാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാർ, അതുപോലെ ഈ ബീഹാറിലുള്ള ഒരു തദ്ദേശീയരായ ഒരു കൊള്ള സംഘത്തിന് കേരളത്തിൽ ചാലക്കുടിയിൽ ഇങ്ങനെ ഒരു ജൂവലറി ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു തരുന്നത്. ഞങ്ങൾക്കത് ആദ്യം അറിയില്ലല്ലോ. ഞങ്ങൾ അവിടെ ചെന്ന് ഇനിയിപ്പോൾ അവനെ പിടിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത് അവരുടെ പ്രൊഫഷനല്ലേ. എൻ്റെ ഒരു പ്രൊഫഷനാകുമ്പോൾ ഞാനങ്ങനെ കേരളത്തിലുള്ള ആൾ ബീഹാറിൽ പോയിട്ട് പ്രതിയെ പിടിക്കുന്നത് അതെൻ്റെ പ്രൊഫഷനായതിൻ്റെ പേരിൽ ഞാനങ്ങനെ അന്വേഷിച്ച് പോയി. അതുപോലെ അവരുടെ പ്രൊഫഷനാണ്. അപ്പോൾ DAG ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവൻ്റെ പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴുള്ള സമയത്ത് അവൻ്റെ ലൊക്കേഷൻ, അവൻ്റെ വീട് കത്തിഹാറിൽ തന്നെ കാണും, മറ്റേ ബീഹാറിലെ കത്തിഹാറിൽ കാണും. കത്തിഹാറിലേക്ക് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകളോളം 160-188 കിലോമീറ്റർ ഉണ്ട്. കാടും കോറികളും ഒക്കെയുള്ള വിജനമായ സ്ഥലത്ത് കൂടെ വളരെ ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എത്തിപ്പെടണമെങ്കിലൊക്കെ ഭയങ്കര റിസ്ക്കാണ്. നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ ജങ്കാറിൽ വിട്ടോളൂ, ഫെറി ഫെറിയിൽ പോവാണ് പറയുന്നത്. അപ്പോൾ ഗംഗാ നദിയിലൂടെ ഫെറി സർവീസ് ഉണ്ട്, അതിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾക്കൊരു വണ്ടി അറേഞ്ച് ചെയ്തു തന്നു, വലിയ കാർ അറേഞ്ച് ചെയ്തു തന്നു DAG. അദ്ദേഹം പൈസ നമ്മൾ കൊടുക്കണം. അവരുടെ ഒരു ബിസിനസ്സിനായിട്ടുള്ള ആൾ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തു. നല്ല സഹായങ്ങൾ, നല്ല സ്നേഹത്തിൽ ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഞാൻ ആളായിട്ട് എന്നോട് ഒരിക്കൽ ശബരിമലയ്ക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ജങ്കാറിൽ ഈ വണ്ടിയിൽ കയറിയിരുന്നു. ഞങ്ങൾ പോയി. ജങ്കാറിൽ വളരെ റിസ്ക്കാണ് എൻ്റെ അമ്മ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങൾ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പോയത്. ഞാനിങ്ങനെ ഒരു ഇതിനെ പോകുന്നത്. സാധാരണ ഞാനൊക്കെ കേസ് അന്വേഷണത്തിന് എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലൊക്കെ എത്തുമ്പോഴാണ് വിളിക്കുക. ഞാൻ വരി വിളിച്ച് പറയും, ഞാൻ ഇവിടെ എത്തിയിട്ടോ, ഞാൻ ആന്ധ്രയിലാണ്, അല്ലെങ്കിൽ ഞാൻ മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ എപ്പോഴാണ് പോയി? ഞാൻ കാലത്ത് പോയിരുന്നു. അങ്ങനെയും കൂടി അറിയാം. കാരണം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വിട്ടു, പിന്നെ പറയലൊന്നുമില്ല, അങ്ങനെ പോക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടൊക്കെ പോയി വീട്ടിൽ. എന്തായാലും ഇങ്ങനെ റിസ്ക്കാണ്, ഇങ്ങനൊരു സ്ഥലത്തേക്കാണ്, കൊള്ളസംഘത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞ് മെല്ലെ പോയത്. അപ്പോൾ വീട്ടുകാർക്ക് പിന്നെ എപ്പോഴും പേടിയുണ്ട്. പിന്നെ അവരുടെ പേടി പണ്ടല്ലേ, നമ്മുടെ കാര്യങ്ങളല്ലേ. എന്തായാലും വിട്ടു. അവിടെ ചെന്ന് ഞങ്ങൾ ഈ ജങ്കാറിൽ കയറി, കാറുമായിട്ട് കയറി. അപ്പോൾ ജങ്കാറിൽ ഞങ്ങളുടെ ഈ വണ്ടി കൂടാതെ നിരവധി ഈ കോറിയിൽ നിന്ന് കല്ല് കയറ്റിയിട്ടുള്ള ടോറസുകൾ, കാളകൾ, പശുക്കൾ, മൃഗങ്ങൾ, വേറെ കാറുകൾ, ഉന്തുവണ്ടികൾ, മനുഷ്യർ, ഇനി ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ജങ്കാറിൽ. എല്ലാം കൂടിയും കയറ്റിയിട്ടുണ്ട്. ഞങ്ങളും അതിൽ കയറി. വളരെ ഭീകരമായൊരവസ്ഥ. ഗംഗാനദി എന്ന് പറഞ്ഞാൽ അങ്ങനെ പരന്ന് കിടക്കുകയല്ലേ, കടൽ പോലെ പരന്ന് കിടക്കുക. അതിൽ നിറയെ ഫെറി സർവീസുകളുണ്ട്. അപ്പോൾ ഇവിടുന്ന് ജാർഖണ്ഡിൽ നിന്ന് ബീഹാറിലേക്ക് പോലെ ഞങ്ങളെല്ലാവരും കയറിയിരുന്ന് വണ്ടി മൂവായപ്പോൾ ഈ വെള്ളവും ഇതിൻ്റെ ടോപ്പും തമ്മിൽ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് വ്യത്യാസത്തിലാണ് പോകുന്നത്. അത്ര വെയിറ്റാണ് അത് കയറിയിരിക്കുന്നത്. അത്ര വെയിറ്റാണ് കയറിയിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഈ പണ്ടെടുത്തും പറഞ്ഞ എന്തായാലും പിന്നെ ടീമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പിന്നെ ഒന്നും അറിയില്ല. പിന്നെ ഒന്നും നമ്മുടെ നാട്ടിൽ അത്തരം സംവിധാനങ്ങൾ കുറച്ചുകൂടെ സുരക്ഷ ഉണ്ടാവും. ഇത് യാതൊരു സുരക്ഷയില്ല. മനുഷ്യർ അങ്ങനെ കയറി തന്നെയാണ്.
അവർക്ക് യാതൊരു നോട്ടമില്ല എത്ര ആൾ അങ്ങനെയുള്ളതൊന്നുമില്ല. വണ്ടികൾ ആദ്യം ടോറസുകളൊക്കെ ഉണ്ട് കയറി, കല്ല് വെച്ചിട്ടുള്ള ടോറസുകളാണ് കയറുന്നേ. ഞാൻ കുറച്ച് നേരം എന്നിട്ട് പറഞ്ഞു, ഞാൻ റാഫിയെ നമുക്ക് ഇറങ്ങിയിരിക്കാടാ, നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങിയിരിക്കാം, മുങ്ങിപ്പോയാലും നീന്തല്ലോ. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്കുന്നു. സൈഡിൽ നിന്നിട്ട് അങ്ങനെ യാത്ര ചെയ്ത് കുറേ നേരം യാത്ര ചെയ്ത് കുറേ ദൂരം യാത്ര ചെയ്ത് ബീഹാറിലേക്ക് എത്തി. കത്തിഹാറിൻ്റെ കുറേ ഇപ്പുറം ഇറങ്ങി. അവിടുന്ന് പിന്നെ വണ്ടി ഓടിച്ചു പോയി. ഒരു 25-30 കിലോമീറ്റർ ഓടിച്ചിട്ട് ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലൂടെ. ബീഹാറിൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70-75 കൊല്ലം മുമ്പുള്ള കേരളം. 75 കൊല്ലം മുമ്പ് അങ്ങനെ ഇല്ലാന്ന്. ഇപ്പം ഞാനൊക്കെ 10-60 വയസ്സ് കഴിഞ്ഞ ആളാണ്. എൻ്റെ ചെറുപ്പത്തിൽ പോലും അങ്ങനെ ഒരു കേരളമില്ല. അത്ര വളരെ ദയനീയമാണ് ബീഹാർ. അവരിപ്പോഴും നമ്മളിങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല. അവരുടെ ലോകത്ത് പുതിയ ലോകം, അവരവരുടേതായ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ. ഞാനൊക്കെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഭക്ഷണം കിട്ടാതെ ഞങ്ങൾ വട്ടത്തിൽ കഴിഞ്ഞിട്ട്, കടകളൊന്നുമില്ല അവിടെ. ഞങ്ങൾ ഒരു ഓലക്കൂടിൽ പോലുള്ളൊരു ഹോട്ടലിൽ ഞങ്ങൾ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തി ഈ ദാല് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരിപാടികൾ ഇതൊക്കെ തന്നെയാണ് കൂടുതലും കിട്ടുക. ആലും ദാലും ചപ്പാത്തി കിട്ടി. ഭക്ഷണമൊക്കെ വളരെ പ്രശ്നങ്ങളാണ് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക്. അത് ഏത് യാത്രയ്ക്കും അങ്ങനെ തന്നെ മാക്സിമം. പിന്നെ ഞാനൊക്കെ ഇങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ മിക്കവാറും ഒക്കെ ഈ ലെമൺ റൈസൊക്കെ അല്ലേ, അതൊക്കെ കൈപിടിക്കും കുറേ പണ്ട് പോകുമ്പോൾ. അതാകുമ്പോൾ കുറച്ച് ദിവസം നിൽക്കാമല്ലോ, കേടുകൂടാതെ നിൽക്കും. അല്ലാതെ ഭയങ്കര പ്രശ്നമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചാൽ വയറ് പെട്ടെന്ന് ഡിസോർഡറായി നമുക്ക് അസുഖങ്ങൾ വന്നാൽ പിന്നെ അന്വേഷണം നടക്കില്ല, ഒരു കാര്യങ്ങളും നടക്കില്ല. എന്തായാലും ഇതിൽ ഞങ്ങൾ അങ്ങനെ പോയി നേരെ കത്തിഹാറിൽ പോയി. കത്തിഹാർ SHOനെ കണ്ടു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ കണ്ടാണ് ഒന്നിനും SP കാണണം കത്തിഹാറിലെ, അല്ലെങ്കിൽ SHOനെ പോയി കണ്ടാൽ മതി അവിടുത്തെ. ഞങ്ങൾ നേരെ SHOനെ പോയി. അപ്പോൾ SH പറഞ്ഞു, ഞാൻ SP വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളിവിടെ വന്ന വിവരം ഒരാൾക്കും അറിയരുത്, അറിഞ്ഞാൽ കാര്യങ്ങൾ ഇതാവും എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ അറിയാത്ത വിധത്തിൽ അവിടെ രാത്രി കഴിച്ചു കൂട്ടി, വണ്ടിയിലായിട്ട് തന്നെ കഴിച്ചു കൂട്ടി. സ്റ്റേഷനകത്ത് വസ്ത്രങ്ങളൊക്കെ ഈ പറഞ്ഞ പാൻറ്റ് ഷർട്ട് ഇഞ്ച് ചെയ്തതും കാര്യങ്ങളൊക്കെ വിട്ടുക്കും ആകെ അവിടുത്തെ ഒരു ലുക്ക് പോലെയൊക്കെ ആക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് അങ്ങനെ അവിടെ കഴിഞ്ഞു കൂടി. പിറ്റേന്ന് വേറെ 2 പോലീസുകാരുടെ സഹായത്തോട് ഞങ്ങൾ ഈ അശോക് ബാരിക്കിനെ പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുറേ ഉള്ളിലാണ് അവൻ്റെ വീട്. അവിടുന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ അവൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ അവൻ നേപ്പാളിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അവൻ്റെ ഭാര്യ വീട് നേപ്പാളിലാണ്. അവിടേക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നു. ഞങ്ങൾ കണ്ടത് കാര്യങ്ങൾ എന്തോ സംതിങ് തോന്നി. അവൻ ചെറിയൊരു എസ്കേപ്പിനൊക്കെ ശ്രമിച്ചു. പിന്നെ അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടെ നേരെ അവനെ പിടിച്ച് നേരെ സ്റ്റേഷനിലേക്ക് കൊടുത്തു. അപ്പോൾ അവിടുത്തെ SHO ഇവനായിട്ട് നല്ല പരിചയമുള്ള, ഇവനെന്ത് പറഞ്ഞാലും കേൾക്കുന്നതും SHO ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതൊക്കെയാണ്. അവനെ പിടിച്ച് നേരെ സ്റ്റേഷനിൽ കൊടുത്തു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞങ്ങളെയൊക്കെ എല്ലാവരെയും കണ്ടപ്പോൾ കാര്യങ്ങൾ അവൻ ലോക്കായി എന്ന് അവന് മനസ്സിലായി. പിന്നെ അവനധികം ബഹളം വയ്ക്കാനും കാര്യങ്ങൾക്കൊന്നും ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. നേരെ ഇൻട്രോഗേഷൻ റൂമിൽ പറ്റി കാര്യമായിട്ട് ചോദ്യം ചെയ്തു. അവിടുത്തെ SHOയും കാര്യങ്ങളുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ചോദ്യം ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. അവരുണ്ടല്ലോ, അവരെ പ്രസൻസിലല്ലേ. അല്ല, നമ്മുടെ നാട്ടിലെ ക്രൈം ബ്രാഞ്ച് ചോദ്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെയാണോ? അത് ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻട്രോഗേഷൻ സ്റ്റൈൽ അതൊരു വേറെ രീതിയാണ്. നമ്മൾ ഓരോ ആളുകൾക്കും ഓരോ വിധത്തിലുള്ള പ്രതികൾക്കും ഓരോ വിധത്തിലാണ് ചോദ്യം ചെയ്യൽ. അപ്പോൾ ചില ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ നോട്ടൊക്കെ തയ്യാറാക്കി ക്വസ്റ്റ്യനേഴ്സ് തയ്യാറാക്കിയിട്ട് ചോദിക്കുക. അപ്പോൾ അവനെ ലോക്കാവുന്ന ചോദ്യങ്ങളായിരിക്കും, അത് ആൻസർ ഉണ്ടാവില്ല. ചില കാര്യങ്ങളിൽ നമ്മൾ ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുകയുള്ളൂ, അവൻ്റെ ആൻസറിൽ നമുക്ക് പിന്നെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം. എന്തായാലും ഞങ്ങൾ അവിടെ കയറി ചോദ്യം ചെയ്തു. SHOൻ്റെ സഹായത്തോടു കൂടി തന്നെ ചോദ്യം ചെയ്തു. അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, പോയിരുന്നു, ചെയ്തു. എൻ്റെ കൂടെ ഇന്ന ആളുകളുണ്ടായിരുന്നു. വേറെ ബീഹാർ ജാർഖണ്ഡിൽ തന്നെയുള്ള വേറൊരാളുണ്ടായിരുന്നു. പിന്നെ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദിലുള്ള ഇൻസമാമുൽ ഹക്ക് ഉണ്ടായിരുന്നു. വേറെ ഒരാൾ നേപ്പാളിലേക്ക് കടന്നു, മറ്റൊരാൾ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തതിനെ പോലെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആലുവ ഭാഗങ്ങളിൽ പിന്നെ പലപ്പോഴായിട്ട് കേരളത്തിലേക്ക് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണ് കവർച്ച നടത്തുന്നത്. 2 രൂപ കവർച്ച എന്തെങ്കിലുമൊക്കെ വന്ന് നോക്കിയിട്ട് അങ്ങോട്ട് കവർത്തിട്ട് പോകുന്ന പരിപാടിയല്ല. അവർ പൈസയൊക്കെ ചിലവാക്കി അവിടെ നിന്ന് ഇവിടെ വന്ന് അവർ എറിഞ്ഞിട്ട് പൈസ എടുക്കുന്ന ആളുകളാണ്. ഇവിടെ വന്ന് നല്ല സൂട്ടിലൊക്കെ താമസിച്ചിട്ട്, കണ്ടാലെന്നറിയാത്തത് താമസിച്ചിട്ട്
രാത്രി മറ്റേ പകൽ ഇറങ്ങി നടക്കുകയാണ് അവർ. ജ്വല്ലറികൾ കുറച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കിയിട്ട് നടക്കുകയാണ്. അങ്ങനെ പലപ്പോഴും വരും. അങ്ങനെ ആലുവയിൽ പല ജ്വല്ലറികളും കാര്യങ്ങളും അവിടെ താമസിച്ച് അത് നോക്കിയിട്ട് നടന്നിട്ട് ഒന്നും കാണാതെ തിരിച്ച് തൃശ്ശൂർക്ക് വീണ്ടും പോകുന്ന സമയത്താണ് ചാലക്കുടിയിലൊരു ജ്വല്ലറി കാണുന്നത്. ഈ അശോക് ബാരിക്ക് പോണ സമയത്ത് അങ്ങനെ ചാലക്കുടി അവിടെ ഇറങ്ങിയിട്ട് ഈ ജ്വല്ലറിയിൽ വന്ന് നോക്കി. അപ്പോൾ ആ ജ്വല്ലറി വന്ന് നോക്കിയപ്പോൾ ആ ജ്വല്ലറി കവർച്ചയ്ക്ക് അനുയോജ്യമല്ല. അപ്പോൾ അവനത് നോക്കിയിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ പോയി സ്കർട്ടൊക്കെ മേടിച്ചിട്ട് വലിച്ചിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ പോയി നോക്കിയപ്പോൾ അതത്ര അനുയോജ്യമായ ജ്വല്ലറി ആയില്ല. അങ്ങനെ അവിടുന്ന് കുറച്ചും കൂടി നടന്നു ചാലക്കുടി. അങ്ങനെ ചാലക്കുടി ഇറങ്ങുന്നു. കുറച്ച് തന്നെ ഇറങ്ങി നടന്നിട്ടാണ് ഈ എടശ്ശേരി ജ്വല്ലറി കാണുന്നത്. എടശ്ശേരി ജ്വല്ലറി കണ്ടപ്പോൾ അതിൽ നിറയെ സ്വർണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറകിൽ മെല്ലെ പോയി നോക്കിയാൽ പുറകിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു എക്സോസ്റ്റ് ഫാൻ എല്ലാ പഴുതുമുണ്ട്. എല്ലാ പഴുതുമുണ്ട്. നല്ല സാഹചര്യങ്ങൾ പറ്റാവുന്ന അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് അവൻ തയ്യാറാക്കി എടുത്ത് നേരെ അവിടുന്ന് പോയി തൃശ്ശൂർ പോയിട്ട് നേരെ കൂട്ടുകാരെ വിളിച്ചു. ഇങ്ങനെയാണ് ജ്വല്ലറി വരണം, കണ്ടിട്ടുണ്ട്, നല്ല ജ്വല്ലറിയാണ്, കാര്യങ്ങളാണ്, ശരി തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കൽക്കട്ടയിൽ പോയി അവൻ കൽക്കട്ടയിൽ പോയി. കൽക്കട്ടയിൽ പോയിട്ട് അവിടെ നിന്ന് ഗ്യാസ് സിലിണ്ടറൊക്കെ മേടിച്ചു. ചെറിയ ഗ്യാസ് സിലിണ്ടർ അവിടുന്ന് കൊണ്ടുവരുന്നത്. അവിടുന്ന് ചാക്കിലിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ പോലീസ് അതിൻ്റെ ID കാർഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. അല്ല, കടക്കാർ വിൽപ്പനയ്ക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ അവരിലേക്ക് എത്താനുള്ള വഴികൾ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മേടിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് അവിടുന്ന് ഗ്യാസ് സിലിണ്ടർ അവിടുന്ന് കൊടുന്നു. പിന്നെ ഒരു ടീം അവിടുന്ന് വന്നു. തൃശ്ശൂരും ഇവിടെ ചാലക്കുടിയിൽ ഒരു റൂം എടുത്തു. പിന്നെ ഫോൺ കണക്ഷൻ ഇല്ല അവർക്ക്, പരസ്പരം അധികം വിളിക്കുന്നില്ല. എന്നിട്ട് പിന്നെ അവർ അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും നോക്കി അതിൻ്റെ ബാക്കിൽ നോക്കി സാധനം തൃശ്ശൂരിൻ്റെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ കട്ടറുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതിൽ ബീഹാറുകാരൻ ഈ പിന്നെ രാധാനഗർ പോലീസ് സ്റ്റേഷനകത്ത് താമസിക്കുന്ന ഒരുത്തുണ്ട്. പിയാർപൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളുണ്ട്. അവനാണ് ഇതിൻ്റെ കട്ടിങ്ങിൽ എക്സ്പെർട്ട്. അപ്പോൾ അവൻ്റെ പേര് ഈ അമീർ ഷെയ്ഖ് ആണ്. ചെറിയ പയ്യനാണ്. അവനാണ് കട്ടിങ്ങിൽ വിദഗ്ധൻ. ഏത് വലിയ സേഫും ഈ ലോക്കറും അവൻ കട്ട് ചെയ്യും. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൂടുന്നു. എൻ്റെ 2 ദിവസം മുമ്പ് അവർ ഈ ജ്വല്ലറിയുടെ പുറകു വശത്തുള്ള കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചല്ല. അവൻ്റെ ഇൻട്രോഗേഷൻ റൂമിൽ അവൻ്റെ കൺഫെഷൻ കേട്ടോ, നേരത്തെ നമ്മൾ പിടിച്ച പ്രതിയുടെ. അങ്ങനെ ഇവരെല്ലാം അകത്ത് കടന്ന് ഇവനെ കൊണ്ട് ഇൻസ്റ്റമാമിൽ മറ്റേ നേരത്തെ പറഞ്ഞ കട്ടർ കളിക്കുന്ന അവനും ഭയങ്കര തൊരപ്പൻ മോഡലാണ്. ഞാൻ അവനെ പിടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളെ കൂടിയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇവനെ ഈ എക്സോസ്റ്റ് ഫാനിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുന്ന ഒരു പരിപാടി. അവൻ തന്നെ കയറിയത് നമുക്കും വിശ്വാസം വരണ്ടേ. തെളിവെടുപ്പ് നടത്തുമ്പോൾ അങ്ങനെയാണല്ലോ. ചെറിയൊരു ഹോളാണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കിടക്കണ്ടേ ഈ ബോഡി ഒന്നിച്ച്. അപ്പോൾ അതിന് ശാസ്ത്രമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല കടന്ന സ്ഥലത്ത് കൂടെ ബോഡി കിടക്കും. തല കടന്നാൽ ബോഡി കിടക്കും. അത് കിടക്കാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും അവനെ കൂടെ കടന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നെ. എന്തായാലും ഈ കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ അവരുണ്ടായി. അത് സംഭവം കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ പല കിണറ്റിലും അവിടെ ഇവിടെയൊക്കെ ചേർന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ കളഞ്ഞു. പുറത്തുള്ള ആ പൊന്തക്കാട്ടിലുള്ള കിണറിലൊക്കെ കൊണ്ടുപോയിട്ടു ഗ്യാസ് സിലിണ്ടർ സാധനങ്ങളൊക്കെ. എന്നിട്ട് അന്ന് രാത്രി അവരവിടുന്ന് പോകുന്നു. നേരെ തൃശ്ശൂർ വന്നു. അവിടുന്ന് ബസ്സിൽ പോയി, പിന്നെ ട്രെയിനിൽ പോയി. അങ്ങനെയൊക്കെയാണ് അവർ നാട്ടിലെത്തിയിരിക്കുന്നത്. നാട്ടിലെത്തിയതൊക്കെ പങ്കുവെച്ച് ഓരോരുത്തർ ഭാഗത്തേക്ക് പോയി. അങ്ങനെ എസ്കേപ്പായി പോയി. അതാണ് ചരിത്രം പറഞ്ഞത്. ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അതിന് ശേഷം അവനെ അവിടുന്ന് വലിയൊരു ബന്ധവസ്ഥയിലാണ് പിന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. നമ്മുടെ ഇവിടുത്തെ മാതിരി കയ്യിലൊരു വിലങ്ങോ അല്ലെങ്കിൽ വിലങ്ങില്ലാതെ മാത്രമല്ല കൊണ്ടുപോകുക. ക്രോസായിട്ട് ചെയിനും കാലിലും കയ്യിലൊക്കെ ചെയിനൊക്കെ ഇട്ട് തോക്കൊക്കെ പിടിച്ച പോലീസുകാരെ അകമ്പടിയോടുകൂടി അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന ഒക്കെ നടത്തി. അവൻ അറസ്റ്റ് കാണിച്ച് റാഫി SI അറസ്റ്റ് കാണിച്ച് നേരെ മറ്റേ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തി കോടതിയിൽ ഹാജരാക്കിയിട്ട് ഞങ്ങൾ കസ്റ്റഡി മേടിച്ചു. ട്രാവലിംഗ് വാറണ്ടിലും അങ്ങനെ മേടിക്കണം. നമ്മൾ സാധാരണ അത്ര ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ചെയ്യുക. 24 hours ഉള്ളിൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ദൂര സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ കൺസെൻറ്റ് കോടതിയിൽ അവിടുത്തെ അതോറിറ്റിയിൽ ഹാജരാക്കിയിട്ട് വാറണ്ട് മേടിച്ചിട്ട് വേണം പ്രതിയെ കൊണ്ടുവരാൻ. അങ്ങനെ ചെയ്തു. നമ്മൾ ലീഗലായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. ചിലത് മാത്രമേ നമ്മളങ്ങനെ പിക്കിയിട്ടുണ്ട് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് വേറെ ഡേറ്റിലൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു. അതൊക്കെ നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. എല്ലാം അതിൻ്റെ ലീഗലിൽ പോകുമ്പോൾ സഹകരണമുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലത് നമ്മൾ തട്ടിക്കൊണ്ടുവരണ്ട, അവരെ നിസ്സഹകരണം ഉണ്ടാകും. പോലീസും സഹകരിക്കില്ല. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പോലീസും സഹകരിക്കില്ല.
ആരും സഹകരണം ഉണ്ടാവില്ല. CRPC പ്രകാരം പോലീസ് സഹകരിച്ചെന്നുള്ള സഹായം ചെയ്യണമെന്നാണ്. നമുക്ക് അവരുടെ സഹായത്തിന് നിന്ന് കഴിഞ്ഞാൽ എസ്കേപ്പ് ആകും പ്രതി എന്നുള്ള മൊത്തം ബോധ്യം വരുമ്പോൾ നമ്മൾ ആരും സഹായം ഇല്ലാണ്ട് ഏറ്റിട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അവിടെ വയ്ക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ എന്നിട്ട് ഇവനായിട്ട് ഞങ്ങൾ മെഡിക്കൽ പരിശോധന കോടതിയിൽ ഹാജരാക്കി വാറണ്ടൊക്കെ മേടിച്ച് തിരിച്ച് ഇതേപോലെ അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ വിവരം അറിയിച്ചു. നമ്മുടെ നാട്ടിൽ സ്റ്റേഷനിൽ DYSP വിവരം അറിയിച്ചു. DYSP മറ്റൊരു ടീമും അടുത്ത ഫ്ലൈറ്റിൽ വീണ്ടും പ്രതിയെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വീണ്ടും വന്നു, ഇങ്ങോട്ട് വന്നു, സാഹിബ്ഗഞ്ചിലേക്ക് വന്നു. ഞങ്ങൾ ഇവരായിട്ട് ബീഹാറിൽ നിന്ന് കത്തിഹാറിൽ നിന്ന് നേരെ ജങ്കാറിൽ ഫെറിയിൽ തിരിച്ച് ഇങ്ങോട്ട് കയറി. ഇവിടെ പിറ്റേ ദിവസം പിന്നെ രണ്ടിനാണ് കയറുന്നത്. ഇവിടെ വന്ന് ഇവനെ ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ ഭദ്രമായിട്ട് വിലങ്ങൊക്കെ വെച്ച് റൂമിൽ അടച്ചിട്ട് കെട്ടി 2 പോലീസുകാരെ അവിടെ കാവൽ നിർത്തി. രാധാനഗറിൽ ഒരു പ്രതിയെ പിടിക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പെർട്ട് ഇല്ലേ, അവനെ പിടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടീം അവനെ പിടിക്കാൻ വേണ്ടി പോയി. രാധാനഗർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരിക്കലും സഹകരിക്കുന്നില്ല അവിടുത്തെ SHO. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വെടിവെപ്പ് ഉണ്ടായതാണ്. അവർ 2 ഗ്രാമങ്ങളിൽ കുറേ അവിടുത്തെ ഗ്രാമങ്ങൾ അങ്ങനെയാണ്. ഒരു ഭാഗത്ത് മുസ്ലിംസിൻ്റെ ഗ്രാമം, ഒരു ഭാഗത്ത് ഹിന്ദുസിൻ്റെ ഗ്രാമം. ഗ്രാമങ്ങളിൽ നിൽക്കുന്ന അവർ പരസ്പരം പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവുമെങ്കിലും കളവിൻ്റെ കാര്യത്തിൽ കൊള്ളയ്ക്ക് അവരെല്ലാവരും ഒരുമിച്ചാണ്. പോലീസിന് ഒരു പോലീസ് 2 പോലീസായിട്ട് അവിടെ പോകാൻ പറ്റില്ല, പ്രശ്നങ്ങളാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതാണ് ഇതാണ് പറഞ്ഞിട്ട് അയാളൊരു നിസ്സഹരണ മനോഭാവം പ്രവർത്തിയാണ്ടായത്. ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നങ്ങളാവുമെന്ന് ഞങ്ങൾക്ക് കരുതി. അങ്ങനെ ഞങ്ങൾ നേരെ SP സാറിനെ വിളിച്ചു, യതീഷ് ചന്ദ്ര സാർ IPS. അവരൊക്കെ നമ്മളിപ്പം നമ്മൾ ഈ ഒരു പ്രവൃത്തിക്ക് ഒരു റിസ്ക് എടുത്ത് ഇത്രയും ദൂരെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ നമ്മുടെ ഒപ്പം നമുക്ക് സഹായത്തിന് ഇന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു ബോധ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ മുകളിൽ പോണതാണ്. ചില സമയത്ത് അങ്ങനെ ഉണ്ടാകുന്നില്ല. ചിലർ പെട്ടെന്ന് കൈ ഒഴിയും, നമ്മൾ കുടുക്കിലവിടെ പെടും. അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ചിലർ പിന്നെ കൈ ഒഴിഞ്ഞു കളയും, ചില ഓഫീസർമാർ. ചിലർ കട്ടയ്ക്ക് നമ്മളൊപ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിച്ചു പറയും. നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളിത്ര റിസ്ക് എടുത്ത് പോകുമ്പോൾ നമ്മളെ സഹായിക്കാൻ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് ഒപ്പം ഉണ്ടാവണം. നമ്മൾ ഒരു തോക്കുമില്ലാതെ ഇരട്ടി പവറാണ്. അല്ല, നമ്മളിവിടെ ഒരു തോക്കും ആയുധങ്ങളും ഒന്നും ഇല്ലാതെ പോകുന്നത്. ഫ്ലൈറ്റിലൊക്കെ നമ്മൾ ആയുധങ്ങളെ കൊണ്ട് പോകുമ്പോൾ ഒരുപാട് ഫോർമാലിറ്റികളാണ്, പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പ്രതികളെ വിട്ട് പോകുമ്പോഴും പോകാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ രാധാനഗർ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ സച്ചോനെ കണ്ട് അയാൾ പറഞ്ഞ നേരെ SP അദ്ദേഹത്തെ വിളിച്ചു. SP അദ്ദേഹം DIG അവരൊക്കെ ബന്ധപ്പെട്ട് ഇവിടുത്തെ DIGനെയും കാര്യങ്ങളൊക്കെ വിളിച്ചപ്പോൾ ചൂടായി. അവിടുത്തെ മേൽ ഓഫീസർമാർ ഇയാളെ വിളിച്ചു, സച്ചോനെ വിളിച്ചു. അവസാനം പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു വണ്ടിയിൽ നിറയും പോലീസ് വെപ്പണായിട്ട് വന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ 2 പോലീസുകാർ അവിടുത്തെ ഞങ്ങളെ കൂടിയിട്ട് വേറെ വണ്ടിയിലും അങ്ങനെ 2-3 വണ്ടികളായിട്ട് മെല്ലെ പോയി. എല്ലാ വണ്ടികളും മാറ്റി നിർത്തി ഗ്രാമത്തിൻ്റെ പുറത്ത്, എന്നാൽ നമുക്ക് ഏറ്റവും ആക്സസ് ആയിട്ട് ഏറ്റവും കിട്ടാവുന്ന പെട്ടെന്ന് വിളിച്ചാൽ വരാവുന്ന വിധത്തിൽ നിർത്തി. ഞങ്ങൾ 2-3 ആൾക്കാരും ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൽ അവിടുത്തെ 2 പോലീസുകാരും. അപ്പോൾ അവരെ അതിൽ ഇവനെ ഒരു ഫോൺ നമ്പറിൽ ഒരു കൂട്ടുകാരും മുഖാന്തരം വിളിപ്പിച്ചു. വന്നു, ഇതാ വരുന്നു പറഞ്ഞിട്ട് വന്നു. വന്നു നോക്കിയപ്പോൾ അവൻ്റെ ഏട്ടനാ വന്നു. അപ്പോൾ അവനോട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ സംസാരിച്ചു. അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ അനിയുണ്ടല്ലോ, അവനോട് ആ ചായക്കടയിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ദൂരം കൂടി നടന്നപ്പോൾ ഒരു ചെറിയ ഓലപ്പേഞ്ഞ ഒരു ചായക്കടയിൽ അവനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ ചെന്നപ്പോൾ ഞങ്ങൾ പുറത്തുള്ള പോലീസിനോട് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും, വെടിവെപ്പ് ഉണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം വെടിവെപ്പ് ഉണ്ടായതാണ്, പ്രശ്നം ഉണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ചായക്കടയിൽ ചെന്നിട്ട് ഇവനെ കണ്ടപ്പോൾ പിന്നെ പോലീസിനെ കണ്ടു. മറ്റവരെ പോലീസുകാരെ പിന്നെ അറിയും. കണ്ടപ്പോൾ ഇവനൊരു ഇതേപോലെ നേരത്തെ പറഞ്ഞവർക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ബാക്കിലേക്ക് ആടി. അപ്പോൾ ഞങ്ങൾ പുറത്തുകൂടെ വന്നു, കാര്യങ്ങൾ പിടിച്ചപ്പോൾ അവൻ്റെ ബലം പിടിച്ചും പിടിയും വലിയൊക്കെ ആയി, കൂക്കും വിളിയൊക്കെ ആയി. ആളുകളൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ വണ്ടി വരാൻ പറഞ്ഞു. പെട്ടെന്ന് ഈ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ അധികം നിൽക്കാതെ ഞങ്ങളൊക്കെ ഇളകി ഗ്രാമവാസികളൊക്കെ ഇറങ്ങി വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഇതിനെ വലിച്ചു കൂട്ടി വണ്ടിയിലിട്ടു. വണ്ടി തിരിച്ചു. അപ്പോൾ അവൻ്റെ കഴുത്തിലൊരു മാല കിടക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അത് എടശ്ശേരി ജ്വല്ലറിയുടെ മാല. അതന്നെ ഏറ്റവും വലിയ തെളിവായി. അങ്ങനെ അവനെയും കയറ്റി വണ്ടി നേരെ രാധാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. എല്ലാവരും അപ്പം തന്നെ ചടകുളന്നിട്ട് വന്നു. അവിടെ ഒന്ന് ഫുള്ള് ചോദ്യം ചെയ്തു. പിന്നെ അവന് വലിയ എതിർപ്പിനൊന്നും നിന്നില്ല. അവരുടെ പൈസ പറഞ്ഞു, ചേട്ടൻ്റെ ഭാര്യയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പൈസ 7 ലക്ഷം രൂപയെ അവൻ്റെ ഷെയറിൻ്റെ എന്താ പൈസ. അതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോയി, വലിയ സംഘമായിട്ട് പോയി. പിന്നെ അവിടെ നിർത്തി അങ്ങോട്ട് തന്നെ പോയി. ഏട്ടൻ്റെ ഭാര്യയെ പിടിച്ചു. അപ്പോൾ പിന്നെ പൈസ ഇല്ല അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഇവനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ഇവൻ്റെ അടുത്തേക്ക് കൊടുന്നു. എൻ്റെ ഭാര്യ കൊടുക്കുക ചേച്ചി എന്നുള്ള അവരുടെ ഭാഷയിൽ പറഞ്ഞു.
അങ്ങനെ ഒരു പാടത്തേക്ക് പോവാണ്. അവരുടെ പിന്നാലെ പോയി നമ്മളും പോയി. പാടത്ത് പോയപ്പോൾ ഒരു വളമ്പിൻ്റെ സൈഡിൽ ഇത് കുഴിച്ചിട്ടിരിക്കുക. 7 ലക്ഷം രൂപ കവറിലാക്കിയിട്ട്. പൈസ ഒന്നും എടുത്തിട്ടില്ല. അവരുടെ ചിലവിനൊക്കെ എടുത്തിട്ടുണ്ട്. 7 ലക്ഷം രൂപ അവർ ഉണ്ട്, ഇന്ന ഭാഗത്തുണ്ട്, 7 ലക്ഷം ഉണ്ട്. ബാക്കിയുള്ള കാര്യത്തിനൊന്നും വിശദമായ ചോദ്യങ്ങൾ നടന്നിട്ടില്ലല്ലോ. ഒരു കേസിനെ കുറിച്ച് വിശദമായി സെക്കൻഡ് ഇറങ്ങി ഓരോ കാര്യങ്ങളും ചോദിച്ചു പറഞ്ഞെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വിട്ടിട്ട് ചോദിക്കാൻ പറ്റില്ല. അവിടെ വെച്ചിട്ട് ഒരു നോർമൽ ചോദ്യം ചെയ്യലും അപ്പം കിട്ടാവുന്ന സാധനങ്ങൾ എടുത്തിട്ട് കയറാനേ പറ്റുള്ളൂ. നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നീങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, കയ്യിൽ പിടിച്ചതുണ്ടാവില്ല, കക്ഷത്തുണ്ടായി വെച്ചതുണ്ടാവില്ല എന്നായിരിക്കാം. എന്തായാലും അവനായിട്ട് വന്നു. അപ്പോൾ പറഞ്ഞു ചേച്ചി നമ്മൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ പോയി. അവരുടെ പിന്നാലെ ഞങ്ങളും പോയി. ഈ ഗാനം പറിച്ച് അവിടെ നിന്ന് എടുത്തു. ഒരു 7 ലക്ഷം രൂപ എന്താ കിട്ടി. അത്ര 7 ലക്ഷമാണ് അതിൻ്റെ മേലെ എന്നറിയില്ല, അത്ര കിട്ടി. എന്നിട്ട് അവനായിട്ട് തിരിച്ച് ഞങ്ങൾ രാധാനഗറിൽ നിന്ന് വീണ്ടും സാഹിബ് ഗഞ്ചിലേക്ക് വന്നു. സാഹിബ് ഗഞ്ചിൽ വന്നിട്ട് ഇവനെ കോടതിയിൽ ഹാജരാക്കി. അവിടെ എല്ലാം കോടതിയിലും പ്രൊസീജിയറുകളൊക്കെ അദ്ദേഹം ലീഗലി എല്ലാം നടത്തി. പിന്നെ നമ്മുടെ കൈവശം വയ്ക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ആകുമ്പോഴും നമുക്കൊരു രേഖകൾ വേണ്ടേ. എല്ലാത്തിനും നമ്മൾ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. റിസ്കി ജോബാണ്. എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇവരെന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ്. മൊത്തത്തിൽ ആക്രമിക്കാനും സാധ്യതയുള്ള. എന്തായാലും അവനെ കോടതിയിലൊക്കെ ഹാജരാക്കി. അവിടെ നിന്ന് വാറണ്ട് മേടിച്ച് നേരെ ഞങ്ങൾ സാഹിബ് ഗഞ്ചിലെത്തി. സാഹിബ് ഗഞ്ചിൽ അപ്പോൾ DSP ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അവിടുന്ന് ഉള്ള 2-3 ആളുകൾ വന്നില്ലേ, 4-5 പേരുടെ കയ്യിൽ അവരെടുത്ത് 5 പേരുടെ കയ്യിൽ ഈ 2 പ്രതികളുമായിട്ട് അവരടുത്ത ഫ്ലൈറ്റിന് അവർ തിരിച്ചു പോന്നു കോടതിയിൽ ഹാജരാക്കാൻ. മറ്റേ ഞാനും DYSP 2 ആൾ അവിടെ നിന്നു. 2-3 ആൾക്കാരാണ് ഈ പ്രതിയായിട്ട് പോകുന്നത്. പ്രതികളെ ഫ്ലൈറ്റിൽ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റികളാണ്. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിൻ്റെ മറ്റേ ഇവരുടെ ഇതിൽ നിന്ന് കടലാസുകൾ മേടിക്കണം, സാങ്ഷൻ വേണം. ഞങ്ങൾ കയറിയതിന് ശേഷമാണ് മറ്റുള്ളവരെ കയറ്റൂ. ഞങ്ങളേറ്റവും പുറകിലിരുത്തുക. അതേമാതിരി എല്ലാവരും ഇറങ്ങിയിട്ടേ ഞങ്ങൾ ഇറക്കാൻ പറ്റൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിലങ്ങ് വയ്ക്കാൻ പറ്റില്ല. വിലങ്ങ് പിടിക്കുന്നതിന് അതിന് വേറെ ഇത് വേണം. ഫ്ലൈറ്റിൽ കൊണ്ടുവരുമ്പോൾ പ്രതികളെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും അവരെ 2 പേരെ കയറ്റി വിട്ടു. ഞങ്ങൾ വീണ്ടും നിന്നു. എന്നിട്ട് റാഫിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ടീം അവിടുന്ന് കിലോമീറ്ററുകളോളം താണ്ടിയിട്ട് വേണം വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദിലേക്ക് എത്താൻ. അവൻ്റെ മൊഴി പ്രകാരം മുർഷിദാബാദിൽ ഇന്ന ഭാഗത്തുണ്ട് എന്നാണ്. അതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓരോ മൊഴികളിലും ഓരോരുത്തരുടെ ഫോൺ നമ്പറും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ അപ്പം സൈബർ സെല്ലിൽ നിന്ന് ആ ലൊക്കേഷൻ എടുത്തിട്ട് പിൻ പോയിൻ്റ് ലൊക്കേഷനിലാണ് നമ്മൾ പോണത്. അതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ അപ്പോഴേ അങ്ങനെ തന്നെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ലാപ്ടോപ്പ് ഒപ്പം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കാട്ടിയിട്ടിട്ട് അനലൈസ് ചെയ്തിട്ടല്ലേ പോകുന്നത്. യാത്രകളിലും ലാപ്ടോപ്പ് വയ്ക്കുക, കാര്യങ്ങൾ ചെയ്യുക, അനലൈസ് ചെയ്യുക, അങ്ങനെയാണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നേരെ റാഫിയുടെ നേതൃത്വത്തിൽ ഞാനും മറ്റേ ഒരു ടീം മുർഷിദാബാദിലേക്ക് വിട്ടു. ഞാനും ഷാഹുൽ ഹമീദ് സാറും അവിടെയായിരുന്നു. ഞാൻ പിന്നെ വേറെ ഒരു പോലീസുകാരും. ഞങ്ങളവിടെ ബാക്കി ബംഗാളിലേക്ക് മറ്റേ ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കൊക്കെ കടന്ന കുറേ ടീമുകളുണ്ട്. അവരുടെ വെയർബോട്ട്സ് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഞങ്ങൾ ഇവിടെ സാഹിബ് ഗഞ്ചിൽ തന്നെയായിരുന്നു. മുർഷിദാബാദിൽ പോയൊരു കിലോമീറ്ററുകളോ താണ്ടി പിന്നെ വേറൊരു സ്റ്റേറ്റിൽ വീണ്ടും പോയി. 3 സ്റ്റേറ്റാണ് നല്ലതായിരിക്കണം. ദൂരം കുറേ സഞ്ചരിക്കണം. നമ്മുടെ ഇവിടുത്തെ പോലെ അത്ര സുഖമായ റോഡോ ചെറിയ സ്റ്റേറ്റ്സും അല്ല ഇത്. അങ്ങനെ അവരവിടെ പോയി. അവിടെ പോലീസ് സഹകരിക്കാണ്ട് വന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടായി അവിടെ. പിന്നെ റാഫി അയാളുടെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി വേറെ ഗ്രാമത്തിൽ അങ്ങനെ പോയി. എന്തായാലും ഇൻസമാമുൽ ഹക്കിനെ കണ്ടു. ഇൻസമാമുൽ ഹക്ക് ഏത് സമയത്തും തോക്കായിട്ട് നടക്കുന്ന ഒരുത്തനാണ്. ചെറിയ പയ്യന്മാരാണ് ഇവരൊക്കെ. കണ്ടില്ല നമ്മുടെ ഇവിടുത്തെ ബംഗാളികൾ കണ്ടിട്ടില്ല, നമ്മൾ വരുന്നത് കണ്ടിട്ട് ഏതെങ്കിലും പ്രായമുള്ള തന്താരായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? അതുപോലെയൊക്കെ തന്നെ എല്ലാ ആളുകളും. എന്തായാലും റാഫി അവിടെ അവരുടെ ടീം പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. എന്തായാലും പോലീസിൻ്റെ സഹായം കിട്ടിയില്ല. അവസാനം പോലീസ് സഹകരിച്ചു. ഇതേമാതിരിക്ക് തന്നെ പറഞ്ഞിട്ട് എല്ലായിടത്തിലും പോയാലും അങ്ങനെയാണ്. റിസ്ക് എടുക്കാൻ അവരും തയ്യാറല്ല. അവരിങ്ങനെ എല്ലായിടത്തും പറഞ്ഞ മാതിരിക്കുള്ള കാര്യങ്ങളിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും അവർക്ക് അവസാനം സഹകരിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. അവസാനം പോയി ഇവനെ പിടിച്ചു. ഇവൻ തോക്കെടുക്കുന്നതിന് മുന്നേ അവനെ ചവിട്ടി വീഴ്ത്തിയിട്ടൊക്കെയാണ് അവനെ പിടിച്ചത്. അപ്പോഴേക്കും അവൻ്റെ കയ്യിൽ നിന്നൊക്കെ തോക്ക് പിടിച്ചു. ആ തോക്കായിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. ഒരു പിസ്റ്റൾ എത്ര ഉണ്ട്, ലോക്കൽ മെയ്ഡ് ഒരു പിസ്റ്റൾ. ലോക്കൽ മെയ്ഡാണ്. അവിടെയൊക്കെ ഇഷ്ടം പോലെ 25,000 രൂപ കൊടുത്ത നല്ല ലോക്കൽ മെയ്ഡ് സാധനം കിട്ടുന്ന പറഞ്ഞു. ബീഹാറും മുർഷിദാബാദും എല്ലായിടത്തും കിട്ടും. ബീഹാറിൽ ഇതിൻ്റെ ഏത് സമയത്തും എവിടെ നിന്ന് കിട്ടുന്ന സാധനമാണല്ലേ ലോക്കൽ സാധനം. ഇതൊക്കെ ആയിട്ട് അവർ നടക്കുന്നത്. വെടിവെപ്പ് ഉണ്ടാകുന്ന അങ്ങനെ എല്ലാം നമ്മളാണെങ്കിൽ വെറും ഫ്രീ ഹാൻഡിലാണ് പോണ്.
നമ്മളടുത്ത് ആകെ കയ്യിലുള്ളത് ചങ്കൂറ്റം മാത്രമേ ഉള്ളൂ. ഈ ഒരു ആത്മധൈര്യത്തിന് മുകളിൽ മാത്രം പോയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മറ്റത് തോക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് ഭാരാണേ. ഫ്രീ ആയിട്ടുള്ള നമ്മുടെ യാത്രകൾക്കും താമസങ്ങൾക്കും ഒന്നും പറ്റില്ല. വെപ്പുണ്ടെങ്കിൽ പിന്നെ അതിനൊരാൾ വേണം വേറെ കാവലായിട്ട്. അത് മിസ്സാവാൻ പാടില്ലല്ലോ. എന്നാൽ നമുക്ക് കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകും ചെയ്യും. ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കൈപ്പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേറെ സാങ്ഷനൊക്കെ മേടിച്ച് അത് വേറെ പാക്ക് ചെയ്ത് ലഗേജിൽ റെഡ് പേപ്പർ കൊണ്ടൊക്കെ പൊതിഞ്ഞ് എന്തെല്ലാം മെനക്കെടുകളാണെന്നറിയോ നമുക്ക് അവിടുന്ന് കൊണ്ടുവരണമെങ്കിൽ. കൈവെക്കാൻ പറ്റില്ല. അത് സാങ്ഷൻ കിട്ടുകയാണെങ്കിൽ കുറേ പണിയാണ്. എന്തായാലും റാഫി അവനെ പിടിച്ചു. റാഫി ടീം അവിടെ പോയിട്ട് പിടിച്ച് അവനെ കൊണ്ടുവന്ന് തിരിച്ച് സാഹിബ്ഗഞ്ചിൽ വന്ന് അവിടെ ഹാജരാക്കിയതിന് ശേഷം സാഹിബ്ഗഞ്ചിൽ വന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. പറഞ്ഞാൽ ദിവസം എത്രയെന്നറിയാം പോയിട്ട്. ഞങ്ങളാണെങ്കിൽ ഈ ഭക്ഷണം കഴിക്കേണ്ടതെന്നല്ലാണ്ട് ജീവൻ നിലനിർത്താൻ ഭക്ഷണം കഴിക്കേണ്ടതെന്നല്ലാണ്ട് ഒരു ആസ്വദിച്ചില്ലെങ്കിൽ ഒരു ടേസ്റ്റോട് കൂടിയിട്ടൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. നല്ല ഭക്ഷണം കിട്ടാനില്ല. ഈ പറഞ്ഞ ഉണക്ക റൊട്ടിയും ദാലും ആലു ഇത് മാത്രമേ ഉള്ളൂ. ചില സ്ഥലത്ത് അതും കിട്ടാനില്ല, ഭക്ഷണമില്ല. അങ്ങനെ ഒരു ജീവിതമാണ്. അപ്പോൾ നാട്ടിൽ വരണം, നല്ല പുളിങ്കറി കൂട്ടി നല്ല ഭക്ഷണം കഴിക്കണം, വട്ടായി ചോറ് തിന്നണം നല്ല ആഗ്രഹം. അപ്പോഴേക്കും ദിവസം ഒരു 2 ആഴ്ച ഒക്കെ കവറായി. ആദ്യം പോയവർ വന്നവർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ. ഒരു ടീമിനായിട്ട് അവർ പോയി, പിന്നെ അവർ പോകുന്നു. എന്തായാലും ഇതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും കോടതിയിൽ ഹാജരാക്കലൊക്കെയാണ് വലിയ പ്രശ്നങ്ങൾ. എങ്ങനെ കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഫ്ലൈറ്റിലാണ് കൊണ്ടുവരുമ്പോൾ പറഞ്ഞാൽ മജിസ്ട്രേറ്റിന് സന്തോഷം, ചിരി. മജിസ്ട്രേറ്റ് ഫ്ലൈറ്റ് കയറിയിട്ടില്ല. അപ്പോൾ പ്രതിയോട് മജിസ്ട്രേറ്റ് ചോദിക്കുന്നു, ഫ്ലൈറ്റിലാണ് നീ പോണത് എന്നൊക്കെ എന്നുള്ള അഭിപ്രായത്തിലാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു കാലമാണ്. പോലീസുകാർക്കും അതിശയം, പ്രതിയെ പിടിച്ചിട്ട് ഫ്ലൈറ്റിൽ പോകണം എന്നൊക്കെ ഉള്ള. അപ്പോൾ യതീഷ് ചന്ദ്ര സാറായതിൻ്റെ പേരിൽ ഇൻവെസ്റ്റിഗേഷൻ ഫണ്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള നമ്മുടെ ഫണ്ട്. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് കാറൊക്കെ എടുത്തിട്ട് മെല്ലെ പോകാമെന്ന് അവിടെ എത്തിയപ്പോൾ പ്രതിയെ കിട്ടില്ല. അവരും എല്ലാം നേപ്പാളിലേക്കും വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പിടിച്ചു, 3 ആളെയും പിടിച്ചു ഇവിടെ കൊണ്ടുവന്നു. പിന്നെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് അത് കൊണ്ടുവരാൻ. പ്രതിനെയും വെപ്പണും ഉണ്ടല്ലോ, പിന്നെ കുറച്ച് സ്വർണ്ണവും പൈസയും ഒക്കെ അല്ലേ. അതൊക്കെ എന്തായാലും കൊണ്ടുവന്ന് ഇവിടെ എത്തി. ഒക്കെ കോടതിയിൽ ഹാജരാക്കി, പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പിന്നീട് പ്രതിനെ കസ്റ്റഡിയിൽ. ഈ സ്വർണ്ണമൊക്കെ റിക്കവർ ചെയ്തു? ഇല്ല, കുറച്ചല്ലേ കിട്ടിയുള്ളൂ. പിന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം വീണ്ടും പ്രതികളായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ഒരു ജ്വല്ലറി മൊത്തം എടുത്തു. ഒരു ചെറിയ പെട്ടിക്കട പോലെ ഒരു ജ്വല്ലറിയാണ്. അതിൻ്റെയൊക്കെ ഫോട്ടോകൾ ആ കാലത്ത് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിടിച്ചെടുക്കുന്നത്. ആ ജ്വല്ലറിയിലത്തെ ബോർഡുകളും അവനാ ജ്വല്ലറിയിൽ കുറേ സ്വർണം കൊടുത്തു. എത്ര കിലോ സ്വർണ്ണം അവിടെ കൊടുത്തു. ഈ നേരത്തെ ആദ്യം പിടിച്ചവൻ ഈ കത്തിഹാറിൽ വേറെ ഒന്നും നോക്കിയില്ല. ആ ജ്വല്ലറിയിലത്തെ സ്വർണം മൊത്തം എങ്ങെടുത്തു. ചെറിയ റിക്കവറി അല്ലേ പോലീസ്. അവിടുത്തെ പോലീസും അവിടെ സഹായം ഉണ്ടാവും, പോലീസുകാരും ഉണ്ടാവുമല്ലോ. അവിടുത്തെ പോലീസിന് ഇപ്പോൾ അവനെ പ്രതിയാക്കാത്തതിൽ ഭയങ്കര വിഷമമാണ് ജ്വല്ലറിക്കാരനെ, കത്തിഹാർ പോലീസിന്. അപ്പം ജ്വല്ലറിക്കാരനെ പ്രതിയാക്കിയിട്ടില്ല ഞങ്ങൾ. പ്രതിയാക്കണോ സ്വർണം തരണമെന്നാണ് നമ്മൾ ചോദിക്കുക. നമുക്ക് സ്വർണ്ണങ്ങൾ കിട്ടിയിട്ട് പോകാൻ മതിയല്ലോ. ജ്വല്ലറിക്കാരനെ പ്രതിയാക്കണമെങ്കിൽ അയാൾ കളവ് മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 411 ആണ് സെക്ഷൻ തോന്നുന്നുണ്ട്. ആ 411 സെക്ഷനൊക്കെ മറന്നു, കുറേ കാലമായില്ല. നമ്മൾ റിട്ടയർഡ് ആയിട്ട് 3-6 വർഷമായി. 414, 411 ഇടും. അപ്പോൾ അങ്ങനെ അവൻ്റെ അടുത്ത് പിടിച്ചു. അങ്ങനെ അവിടുത്തെ തെളിവെടുപ്പ് നടത്തി കിട്ടാവുന്ന മുതലുകളൊക്കെ പിടിച്ച് മറ്റ് 2 പ്രതികളെയൊക്കെ അന്വേഷിച്ച് പോയി. അവർ എസ്കേപ്പ് ആയിരിക്കുന്നു നേപ്പാളിലേക്ക് അവിടേക്ക് പോയി. നേപ്പാളിലേക്കും ബംഗ്ലാദേശിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പണിയാണ്. ഒരു പ്രതികൾ ഇതേമാതിരി വേറൊരു കേസിൽ ഞങ്ങൾ നേപ്പാളിലേക്ക് കടന്നിട്ട് പോയി പിടിച്ചിട്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രീറ്റ് ചെയ്യില്ല. പ്രതികളെ കൈമാറുള്ള ട്രീറ്റ് ചെയ്യില്ല. പിന്നെ അതൊക്കെ ചെയ്യേണ്ടത് ഇൻ്റർപോളുകളാണ്. ഇൻ്റർപോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതൊക്കെ ലോക്കൽ പോലീസല്ലേ നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റിങ് കാര്യങ്ങൾ വേണം. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരിക്ക് നേപ്പാളല്ല ബംഗ്ലാദേശല്ല എവിടെ പോയാലും ആളെ പൊക്കിയിട്ട് വരും. കേരള പോലീസിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എവിടെ പോയാലും പിടിച്ചിട്ട് വരും. അവിടെ നമുക്ക് വേറെ കാര്യങ്ങളില്ലല്ലോ. ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, 8 മണിക്കൂറായി 10 മണിക്കൂറായി എന്നുള്ളതിൽ ഇപ്പോൾ നമ്മളൊരു പോക്ക് പോയാൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ. അപ്പോൾ എന്തായാലും അവരെ പിടിച്ചു വന്ന് റിക്കവറിയൊക്കെ ആയിട്ട് ഇവിടെ വന്നു. കുറേ റിക്കവറി കിട്ടി. അതിനുശേഷം പിന്നെ ഞാൻ വേറൊരു കേസ് ഉണ്ടായപ്പോൾ ഞാനിങ്ങനെ ഒരു കേസിൽ നിന്ന് ഒരു കേസിലേക്കായിട്ട് ജില്ലയിലും അതർ ജില്ലയിലായിട്ട് ഇങ്ങനെ മാറി പോകുന്നു.
എന്നെ വേറെ കേസിലേക്ക് മാറ്റി. ഇത് ഡിറ്റക്ഷനായി, ഇങ്ങനെയൊക്കെയായി. 3 പ്രതികളെ കിട്ടി, കുറച്ച് സ്വർണ്ണവും കുറച്ച് പൈസയൊക്കെ കിട്ടി. അവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര സ്വീകരണം, സർക്കാരിൻ്റെ മറ്റേ അപ്രിസിയേഷനും ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേ മർച്ചൻ്റ് അസോസിയേഷൻ്റെ വലിയ സ്വീകരണങ്ങളും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായി. അത്രയും വലിയൊരു പ്രമാദമായ കേസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അത് പിടിച്ച് കാര്യങ്ങൾ കിലോ കണക്കിന് സ്വർണ്ണമാണ്. കിലോ കണക്കിന് സ്വർണ്ണം. അത് സ്വർണ്ണം പിടിച്ചതിൽ എന്ന് പറഞ്ഞാൽ ഒരു മുതലാളിമാർക്ക് എൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫൈനാൻസൊക്കെ നടത്തുന്ന മുതലാളിമാരാണ്, ബാങ്കൊക്കെ ഉണ്ട് അവർക്ക്. അത് വ്യാജാണെന്നുള്ള പറഞ്ഞു വരത്തിലൊക്കെ വന്നപ്പോഴേ അവർക്കും പ്രശ്നമായി. കാരണം വിശ്വസിക്കാൻ പറ്റില്ല, മോഷ്ടിച്ചോണ്ട് പോയി. ഈ ചെറിയൊരു ഹോളാണ്, ഈ ചെറിയ ഹോളിൻ്റെ കൂടെ എങ്ങനെ പ്രതികൾ കടന്നതാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബാക്കിൽ കൊണ്ടുപോയിട്ട് അവന് അതേപോലെ കയറ്റിച്ചു. വേറൊരുത്തൻ്റെ പുറത്ത് ചവിട്ടി അങ്ങ് കയറിയിട്ട് എക്സോസ്റ്റ് ഫാനിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ആ രംഗം അതുപോലെ ചെയ്യിച്ചു. തെളിവെടുപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ വന്നു, എവിടെ താമസിച്ചു, അവർ ചെയ്ത കാര്യങ്ങൾ അതേപോലെ ഒന്നുകൂടിയും കാണിക്കുമല്ലോ. അങ്ങനെയാണ് തെളിവെടുപ്പ് നടത്തുക. എന്തായാലും 2ാം പ്രാവശ്യം പോയിട്ട് കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ എടുത്തു, കാര്യങ്ങൾ പോന്നു, തിരിച്ച് വീണ്ടും കോടതിയിൽ ഹാജരാക്കി. പിന്നീട് ഞാൻ പോകുന്നതിന് ശേഷം വേറെ ടീം പോയിട്ട് ഒരു പ്രതിയും കൂടി പിടിച്ചു. ഞാൻ പിന്നെ വേറെ കേസിൻ്റെ അന്വേഷണത്തിന് പോയതിന് ശേഷം വേറൊരു പ്രതിയും കൂടി പിടിച്ചു. ആ കേസ് പിന്നെ മൊത്തം ശിക്ഷിച്ചു എല്ലാ പ്രതികളെയും. 10 വർഷം വരെ ശിക്ഷ കിട്ടിയെന്നാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളിലേക്ക് മറ്റു വർക്കിനൊന്നുമില്ല, ഡിറ്റക്ഷൻ അതാണ് നമ്മുടെ. ഡിറ്റക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ അയാളാണോ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അയാളും അയാളുടെ ആ സാറും അയാളുടെ ഓഫീസിലുള്ള അതുമായി ബന്ധപ്പെട്ട് ഡോക്യുമെൻറ്റേഷൻ എഴുതുന്ന പോലീസുകാരും ഒക്കെ ഉണ്ടാവും. അവരാണ് പിന്നെ അത് ചെയ്യുക. സ്ക്വാഡുകാർ വരുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുന്നു, പ്രതിയെ പിടിക്കുന്നു, അവരടുത്ത മേഖലയ്ക്ക് അവർ വീണ്ടും പോകുന്നു. പിന്നെ ചില കേസുകൾ നമുക്ക് പേഴ്സണലായിട്ട് അന്വേഷണം കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജലജ കേസ്, അതേമാതിരി സൗമ്യ കേസിൻ്റെയൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അന്വേഷണം, ഡോക്യുമെൻറ്റേഷൻ വർക്ക്, എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളും കോടതിയിൽ ഹാജരാക്കുക, ചാർജ് കൊടുക്കുക, പ്രോസിക്യൂഷൻ അസിസ്റ്റ് ചെയ്യുക, കോർട്ട് എയ്ഡ് പ്രോസിക്യൂഷൻ, അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ അത് വേറെ മെത്തേഡ്. അപ്പോൾ അതിലാകുമ്പോൾ നമുക്കെല്ലാം ചെയ്യും. ഇതാകുമ്പോൾ വെറുതെ ഡിറ്റക്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ജലജ കേസും അതേമാതിരി സൗമ്യ കേസൊക്കെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ വർക്ക് ചെയ്ത്, അതേമാതിരി പാലക്കാട് ഡബിൾ മർഡർ കേസ്, അങ്ങനെ ചില കേസുകൾ ഡിറ്റക്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അപകടം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഈ ഇടശ്ശേരി ജ്വല്ലറി കവർച്ച കേസിൽ. എന്തായാലും കുട്ടികളുടെ ഭാഗ്യം കൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളിരുന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളാണ് ഇതുവരെ പോയിട്ടുള്ള. ഡൽഹിയിൽ നിന്ന് പോയിട്ടുണ്ട്, പിന്നെ പഞ്ചാബിൽ നിന്ന് പോയിട്ടുണ്ട് പോലീസ്, പ്രശ്നങ്ങളായിട്ട് മടങ്ങി പോകുന്നുണ്ട്. അവിടെയാണ് നമ്മളവിടെ പോയി ഫ്രീ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ യാതൊരു വെപ്പണും ഇല്ലാതെ ഒരു ചങ്കൂറ്റത്തിൻ്റെ പുറത്ത് മാത്രം പോയി പിടിച്ചു കൊണ്ടുവന്നു. കേസ് ഡിറ്റക്ഷനായി, ശിക്ഷ മേടിച്ചു കൊടുത്തു, മുതലുകൾ കണ്ടെടുത്തു. അവർ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. അതാണ് അവരുടെ കാര്യം. അത് അവരുടെ ആ ഗ്രാമങ്ങൾ അങ്ങനെയാണ് കാര്യം. അവർ 2 ഗ്രാമങ്ങളായിട്ട് താമസിക്കും. വടക്കേന്ത്യയിലൊക്കെ താമസിക്കുമ്പോൾ 2 ഗ്രാമങ്ങളിലൊക്കെ ആയിട്ടാണ് 2 മതസ്ഥരും താമസിക്കുക. 2 സംസ്കാരമാണ് അവിടെ. നമ്മുടെ ഇവിടുത്തെമായിരിക്കും മിങ്കിൾ ചെയ്ത് ജീവിക്കുന്നത്. അതാണ് അവിടെ ഈ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന പരിപാടിയില്ല. ഒരു വിഭാഗത്തിന് ഒരു ഭാഷ, ഒരു വസ്ത്രം, ഒരു ഭക്ഷണം, മറ്റൊരു വിഭാഗത്തിന് വേറൊരു ഭാഷ, വേറൊരു വസ്ത്രം, വേറൊരു സംസ്കാരം, എല്ലാം വേറെ വേറെ. ഒരുമിച്ച് ജീവിക്കില്ല, മരിച്ചാലോ കല്യാണത്തിനോ മറ്റൊന്നിനും ഒരുമിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഒരുമിച്ചുള്ള കാര്യങ്ങൾ അപൂർവമാണ്. അതിൻ്റെ പേരിലേക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളവിടെ എങ്ങനെയല്ലല്ലോ, കല്യാണത്തിന് നമ്മൾ ദഹനത്തിനടക്കം നമ്മളെല്ലാവരും ഒരുമിച്ചാണ്, എല്ലാ വീട്ടുകളിലും ഒരുമിച്ചാണ്. മരിച്ചാലും അങ്ങനെയാണ്. അവിടെ അങ്ങനെയല്ല. അത് 2 ഗ്രാമം കക്കാൻ ഇവർ ഒരുമിച്ചാണ്. അതാണ് കൊള്ള നടത്താൻ ഈ പറഞ്ഞ മാതിരിക്ക് ആ ടീമും ഈ ടീമും കൂടി ഒന്നിച്ച് നമ്മുടെ കെട്ടിട്ട് പോകുന്നത്. അവർ ഒരുമിച്ച് വരും, കക്കും. അവിടെ മാത്രം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ അവർ കവർച്ച നടത്തും. നമ്മൾ ഈ മോഷണത്തിൻ്റെ ആ ഒരു മോഡസ് ഓപ്പറാണ്ടി കണ്ടിട്ടാണ് നമുക്ക് അവരിലേക്ക് തിരിയാനും അത്തരം കേസുകൾ ഡിറ്റക്ഷൻ ആയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് തമിഴ്നാട്ടിൽ കൊണ്ടുവരാനും അതിൻ്റെയൊക്കെ സഹായം ഇത് കിട്ടിയത്. അതായത് അതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇതിനെ ഇപ്പം തമിഴ്നാട്ടിൽ അവരുടെ ഡാറ്റയെന്ന് ഒരു നമ്പർ, അത് ഡയറക്റ്റ് പ്രതികളുടെ നമ്പറല്ല, പ്രതികളുടെ പാർട്ടി കോൺടാക്റ്റിൽ ഒരു നമ്പറാണ് മാച്ച് ചെയ്തത്. അതാണ് മാച്ച് ചെയ്ത്. സാർ, അതുപോലെ തന്നെ ഇങ്ങനെ വിചിത്രമായ രീതികൾ, ഒരേ രീതി മോഷണത്തിൽ പിന്തുടരുന്ന മോഷ്ടാക്കൾ, അത്ര മോഷ്ടാക്കളൊക്കെ ഉണ്ട്. ആന്ധ്രാളിയൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രതി, ആന്ധ്രാളിയൻ എന്നാണ് പറയാം. ആന്ധ്രയിലെ രാജമുണ്ട്രി കേട്ടിട്ടുണ്ടോ? രാജമുണ്ട്രിയിലാണ് പ്രതിയുടെ താവളം. ഇപ്പം എവിടെയുള്ളതെന്ന് അറിയില്ല.
അവൻ അവിടുന്ന് ഇവിടെ വരും, ഒരേ മോഡസിൽ അവൻ്റെ ഓപ്പറേഷൻ. ഒരു കട്ടറുണ്ടാകും കയ്യിൽ, സ്വർണം കട്ട് ചെയ്യുന്ന കട്ടർ. എന്നിട്ട് ഈ പാവപ്പെട്ട ചെറിയ വീടുകളൊക്കെ ഉണ്ടല്ലോ, അധികം ബലം പ്രയോഗിക്കാണ്ടൊക്കെ തുറക്കാൻ പറ്റുന്ന വീടുകൾ, അത് കിടക്കുക, അതിൽ കിടക്കുക. എന്നിട്ട് അതിലവിടെ ഉറങ്ങി കിടക്കുന്ന ആളുകളുടെ കഴുത്തുനിന്ന്, കുട്ടികളുടെ കഴുത്തുനിന്നൊക്കെ പൊട്ടിച്ചിട്ട് ആരും അറിയില്ല. നേരം വെളുത്ത് നിൽക്കുമ്പോൾ എൻട്രി എക്സിറ്റ് ഒന്നും അറിയില്ലല്ലോ, സ്വർണ്ണം ഉണ്ടാവില്ല. ഇതൊക്കെ ഇങ്ങനെ ഒരു ആഴ്ചയോളം നിന്നിട്ട് അല്ലെങ്കിൽ ഒരു മാസത്തോളം നിന്നിട്ട് ഒക്കെ ശേഖരിച്ചിട്ട് അവൻ ഒറ്റപ്പൊക്കെ പോകും. പിന്നെ ആ പൈസയൊക്കെ അവിടെ കണ്ണ് കള്ളും പെണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ വീണ്ടും വരും. ഇതിലെന്താ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വീടുകളിൽ കുട്ടികളൊക്കെ തൊട്ടിൽ കിടക്കുന്ന കുട്ടികളില്ലേ, തൊട്ടിൽ കിടക്കുന്ന കുട്ടികളുടെയൊക്കെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ തൊട്ടിൽ ഒരു വടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും, ജനലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഉറക്കമല്ലേ നല്ലാരും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് കുട്ടിയുടെ മാലകളും വലകളും അരഞ്ഞാളുകളൊക്കെ കട്ട് ചെയ്യും. എന്നിട്ട് അതൊക്കെ വലിച്ചെടുത്തിട്ട് ശേഷം കുട്ടീനെ മെല്ലെ വിടും. നേരം വെളുത്ത് എണീറ്റുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, കുട്ടിയുടെ ആഭരണങ്ങൾ. എങ്ങനെ പോയി എന്നാ പറയാം. ഒരാളും കിടന്നിട്ടില്ല, വാല് തുറന്നിട്ടില്ല, ഓട് പൊളിച്ചിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതൊരു വലിയ മോഡസാ. അതാണ് അവൻ്റെ മോഡസ്. ഇതാണ് മെയിൻ. അതുപോലെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഈ തോളത്തെ നക്ഷത്രങ്ങളുടെ തിളക്കം ഇല്ലെങ്കിലും ആ തിളക്കം ഇല്ലെങ്കിലും പണിയെടുക്കുന്ന കുറേ പേരുണ്ട്. അതായത് ഈ സിവിൽ ഡ്രസ്സിൽ ഞാൻ പകലൊന്നും രാത്രിയൊന്നും ഇല്ലാതെ ജോലി. ഞാൻ എൻ്റെ സർവീസിൽ ഞാൻ 1990 പോലീസിൽ കയറുന്നത്. അന്ന് കണ്ണൂർ ജില്ലയിലെ മങ്ങാട്ടുപറമ്പ് KP 4th ഞാൻ പോലീസുകാരനായിട്ട് കയറുന്നത്. ഒരു 9 മാസം 1 മാസത്തെ ട്രെയിനിങ് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈസാണ്. കേരള പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ്, പോലീസ് സ്റ്റേറ്റ് വൈസ് റാങ്ക് ലിസ്റ്റായിരുന്നു. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും ഓരോ ഭാഗത്തേക്ക് അങ്ങനെ കിട്ടിയിട്ട് അങ്ങനെ KP 4th എനിക്കുണ്ടായത്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും നിയമം മാറി, പിന്നെ പുതിയ ഓർഡറൊക്കെ ആയി. ഏത് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ആ യൂണിറ്റിൻ്റെ കീഴിലുള്ള ചില ജില്ലകളുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ റൂറൽ സിറ്റിയിലേക്കൊക്കെ വരണ, പാലക്കാട് ജില്ലയിലേക്കൊക്കെ ലോക്കൽ പോലീസിനാണ്. ലോക്കൽ പോലീസ് എന്ന് പറഞ്ഞാൽ താലൂക്ക് പോലീസ്. അവിടേക്ക് ജോലി കിട്ടണമെങ്കിൽ, അവിടേക്ക് മാറണമെങ്കിൽ KP 2 ജോലി ചെയ്യണം, എന്നാലേ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓർഡർ വന്നപ്പോൾ ഓപ്ഷൻ ചോദിച്ചപ്പോൾ ഞാൻ നേരെ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ KP 2 വന്നു, KP 2. എന്നാലേ എനിക്ക് എൻ്റെ മദർ ഡിസ്ട്രിക്റ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ 1991 ഞാൻ KP 2 വരുന്നത്. അവിടേക്ക് വന്ന് കുറച്ച് കാലം നിന്ന് പിന്നെ ഇൻസ്ട്രക്ടറായി. അവിടെ പോലീസ് ട്രെയിനിങ് ഇൻസ്ട്രക്ടറായി. 1-2 ബാച്ചിനൊക്കെ പോലീസ് ട്രെയിനിങ് കൊടുത്തു. അതിനുശേഷം 94 ഇവിടെ തൃശ്ശൂർ ട്രാൻസ്ഫർ ആവുന്നത്. ജില്ലാ ആംഡ് റിസർവിലേക്കാണ് പിന്നെ വരിക. ജില്ലാ ആംഡ് റിസർവിൽ കുറച്ച് കാലം നിന്നിട്ട് പിന്നെ ഞാൻ പ്രവാസിയായി പോവുക. ഒരു ലീവ് എടുത്ത് പോയി. പിന്നെ 94 നവംബറിൽ ലാസ്റ്റിലൊക്കെ വന്നു. ലാസ്റ്റിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 94 പോയി. 97 വന്നിട്ട് 98 ആകുമ്പോഴാണ് ഞാൻ ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. താലൂക്ക് പോലീസ് എന്ന് പറയും, ലോക്കൽ പോലീസ്. ആദ്യം പഴയന്നൂർ പോലീസ് സ്റ്റേഷനില്ല. അവിടെ കുറച്ച് കാലമൊക്കെ ജോലി ചെയ്ത് അവിടുത്തെ ട്രാൻസ്ഫറായി. അപ്പോൾ അവിടെ 1-2 കേസുകളുടെ അന്വേഷണത്തിലാണ് ആദ്യം വരുന്നത്. നിങ്ങൾക്കറിയാം, ഒരു സിദ്ധൻ വധക്കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ അവനെ? അതിലൊക്കെ ഒരുപാടായിട്ട് നമ്മുടെ ലോക്കലിൽ ആയിത്തരുതലാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കളവ് കേസ് അങ്ങനെയൊക്കെ ആയിട്ട് വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് പോന്നു. നേരെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അവിടേക്ക് എത്തിയപ്പോഴേക്കും പിന്നെ എന്നെ DIGയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് എടുത്തു. അതിൽ 2-3 കൊല്ലം. ഇതിൽ നമ്മുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഈ DIG ആയിരിക്കും. DIGയുടെ കീഴിലാണ് ആ സ്ക്വാഡുള്ളത്. അങ്ങനെ DIG. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ സ്ക്വാഡ് വർക്കാണ്. പിന്നെ യൂണിഫോം ഇട്ടിട്ടില്ല. പിന്നെ യൂണിഫോം ഇട്ടില്ല പറഞ്ഞാൽ അപൂർവം. അപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് ഇടുന്ന പലയിടുന്ന കാര്യങ്ങൾക്ക് ചില ഗാർഡിന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ സ്ഥിരമായിട്ട് യൂണിഫോമിലല്ല, സ്ക്വാഡ് വർക്കാണ്. പിന്നെ ഇപ്പോൾ ഒരു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ കൊറോണ വരുന്നത്. ലാസ്റ്റ് അന്ന് ഞാൻ SI ആയി. അപ്പോഴേക്കും 2019 അല്ലേ, 2019 തന്നെയല്ലേ കൊറോണ വന്നപ്പോൾ ആ കേസിൻ്റെ അന്വേഷണത്തിന് അന്ന് ക്രൈംബ്രാഞ്ചിലാണ് കേസിൻ്റെ അന്വേഷണം, പാലക്കാട് ക്രൈംബ്രാഞ്ച്. അവിടുന്ന് അപ്പോൾ നമ്മുടെ മദർ ഡിസ്ട്രിക്റ്റിലേക്ക് എല്ലാ ക്രൈംബ്രാഞ്ചിലുള്ളവരെയും എല്ലാവരും ലോ ആൻഡ് ഓർഡറിലേക്ക് മാറ്റിയില്ലേ, അന്വേഷണങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട്. കൊറോണ നമ്മളെ അത്രയും വലിയ വരച്ചൊരു സംഭവമല്ലേ.
അപ്പോൾ അന്ന് ഞാൻ പിന്നേക്ക് പോസ്റ്റിംഗ് കിട്ടിയത് ചെറുകുത്തി SI ആയിട്ട്. അപ്പോൾ 1-2 വർഷം അവിടെ ചെറുകുത്തി SI ആയിട്ട് പ്രിൻസിപ്പൽ SI ആയിട്ട് SHO ചാർജോട്ട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്തു. അങ്ങനെ സ്റ്റേഷൻ ചാർജും കിട്ടി, അങ്ങനെ വർക്ക് ചെയ്തു. അപ്പോൾ ജീവിതത്തിൽ അതല്ലാതെ ജീവിതത്തിൽ കൂടുതലും ഈ മഫ്റ്റിയാണ്. സുപ്രീം കോടതിയിലും ഇതേ മഫ്റ്റിയാണ്, ഹൈക്കോടതിയിലും ഇതേ മഫ്റ്റിയായിരുന്നു, ട്രയൽ കോടതിയിലും പോണത് രഹസ്യ പോലീസാണ്. രഹസ്യ പോലീസാണ്. അതിപ്പോൾ വീട്ടിൽ നിന്ന് കാലത്ത് ഇറങ്ങിയ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടാണ് വീട്ടുകാരെ വിളിക്കുക. പണ്ട് കാലത്തൊക്കെ വൈഫിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ചെറിയ കുട്ടികളായിട്ട് ഭാര്യയും ചെറിയ കുട്ടികളവൾ ഒറ്റയ്ക്ക്, എൻ്റെ വീട് ഒരു ചെറിയ ഒരു ഉള്ളിലേക്കുള്ളൊരു വീട്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ വീടുകളായി ഒറ്റയ്ക്ക് താമസിക്കാറുണ്ടോ സ്ത്രീകൾക്ക് ഒരു പ്രശ്നങ്ങളൊക്കെ അല്ലേ. പക്ഷേ അവരൊക്കെ ക്ഷമിച്ചു. ഞാൻ ചിലപ്പോൾ 10-15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അവരങ്ങനെ മാനേജ് ചെയ്തു. അവരായതിൻ്റെ പേരിൽ നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റി. വേറെ ഭാര്യമാരും നമ്മളുള്ള അത്രയും സഹകരിച്ചതിൻ്റെ പേരിൽ അങ്ങനെ പോകാൻ പറ്റി. പിന്നെ സ്ക്വാഡ് വർക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയാൻ പറ്റില്ല. ഡ്യൂട്ടിയുടെ ടൈം കഴിഞ്ഞു, അയ്യോ സമയമില്ലേ പോകല്ലേ, അങ്ങനെ ഉണ്ടായില്ല. ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ ഇൻവോൾവ് ആയിട്ട് ഇതൊരു കലയാണ്. കുറ്റാന്വേഷണം എന്ന് പറയുന്നത് ഒരു കലയാണെന്ന് എൻ്റെ ഒരു കലയാണ്. അത് ഈ പ്രതിയെ പിടിക്കൽ മാത്രമല്ല, ചില മർഡർ കേസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓരോ കേസുകളൊക്കെ പിടിക്കുന്നത് ചെറിയൊരു തുമ്പിൻ്റെ മുള്ള ഒന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴേ ഇപ്പം മിക്കവാറും ഞങ്ങളുടെ അടുത്ത് വരുന്നതൊക്കെ 4-5 വർഷം കഴിഞ്ഞിട്ട്. ഇപ്പോൾ പാലക്കാട് ഡബിൾ മർഡർ കേസൊക്കെ വന്നത് 5 വർഷം കഴിഞ്ഞിട്ടാണ്. പല ലോക്കൽ പോലീസ് അന്വേഷിച്ച്, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച്, എന്നിട്ടും കിട്ടാണ്ടായിട്ടാണ് ക്രൈംബ്രാഞ്ചിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ട് വരുന്നത്. എന്നിട്ട് നമ്മളത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിറ്റക്ഷൻ ആകുമ്പോൾ നമ്മുടെ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേമാതിരിക്ക് ഈ ആലപ്പുഴ ജില്ലയിലെ ജലജ മർഡർ കേസ്, അത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മറ്റേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലുണ്ടായ കേസാണ് ഹരിപ്പാട്. അപ്പോൾ അത് എത്രത്തോളം പോലീസിനെ ബാധിക്കുന്നു മനസ്സിലാക്കണം. ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മൂക്കിന് താഴെ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. ആരാണെന്നറിയില്ല, ഒരു സ്ത്രീ വീട്ടമ്മ വീടിനകത്ത് കൊല്ലപ്പെട്ട് നടക്കുന്നു ഉദാഹരണമായിട്ട്. കുറേ കാലം ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടാക്കി അന്വേഷിച്ചു, ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, സ്റ്റേറ്റിലുള്ള എല്ലാ IPS വരും, DGP മുതൽ പറഞ്ഞ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും നേരിട്ട് വന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കലും നേരിട്ട് വന്ന് അന്വേഷിക്കലും ഒക്കെ ഉണ്ടായി. രക്ഷയുണ്ടായില്ല. അവസാനം സർക്കാർ അത് CBIക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷമാണ് പിന്നെ ഒരു ഉത്തരവിറങ്ങുന്നത്, എന്താ നമുക്ക് സ്ക്വാഡിനെ ഒന്ന് അന്വേഷിപ്പിക്കുക. അങ്ങനെയാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ സുദർശിതാറിൻ്റെ കീഴിൽ, സുദർശിതാർ IPS അറിയില്ലേ, ഇപ്പോൾ ആളുടെ കീഴിൽ ഞാനും സുനിലും ഹബീബും സുദേവ് മറ്റേ നമ്മുടെ വേറെ 2-3 പോലീസുകാരും കൂടിയിട്ട് അതിൻ്റെ അന്വേഷണം. ആ നാട്ടിലുള്ള 2 പോലീസുകാർ ഞങ്ങൾക്ക് സ്ഥലം അറിയാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. പിന്നെ പോയാൽ പിന്നെ അങ്ങോട്ടും ഇല്ല, ആഴ്ചയിൽ ഒരിക്കലേ വരുള്ളൂ, അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴേ വരുള്ളൂ. പിന്നെ രാവും പകലും ഇതിൻ്റെ മുകളിലാണ്. ഒരു 3 മാസം വേണ്ടി വന്നത് പഠിക്കാൻ കേസ്. അങ്ങനെ അവിടെ നിന്നു. അവസാനം അത് 10 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ ഡിറ്റക്ഷൻ. എന്തായിരുന്നു കേസ്? ഓരോ കൊന്നതാണ്, അത് കുറേ കഥ ഉണ്ട് അത്. പക്ഷേ പിടിക്കപ്പെടുന്ന ആൾ ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളിയൊന്നല്ല, നാട്ടിലറിയപ്പെടുന്ന അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ഭാര്യയ്ക്ക് വിദേശത്ത് നേഴ്സ്, കാറുണ്ട്, വീടുണ്ട്, AC ഉണ്ട്, നല്ല സ്ഥാപനമുണ്ട്, ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ല, ഈ സ്ത്രീയായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ സ്ത്രീയുടെ വീട്ടിലങ്ങനെ വന്നിട്ടുമില്ല, ഒന്നുമില്ലാത്ത ഗൾഫിലുള്ള ഒരാളെ ഞങ്ങൾ പിടിക്കണം. അവിടേക്ക് ഞങ്ങൾ എത്തി. അപ്പോൾ അതൊക്കെ ഒന്ന് ഞങ്ങൾ ഡിസിഷൻ ആകുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. എന്നിട്ട് ഞങ്ങളെ ഇവിടുന്ന് ഡിറ്റക്ഷൻ ആയി വിടുമ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെല്ലാം വിളിച്ചു വിടുമ്പോൾ ശ്രീജിത്ത് സാറില്ലേ, DGP, ADGP മൊട്ടടിച്ചിട്ടുണ്ട്, ആളാണ് മറ്റേ എൻ്റെ സൂപ്പർവിഷൻ. ഞങ്ങൾ നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. ഈ പറഞ്ഞ DGPമാരുടെ IPS ഓഫീസർമാരുടെ ഒക്കെ ഓഫീസുകളിൽ അന്ന് പലരും പല യൂണിറ്റിലും വർക്ക് ചെയ്യായിരുന്നു. അവിടേക്ക് കൊണ്ടുപോയി സാറ്, എല്ലാവർക്കും പരിചയപ്പെടുത്തി. കാരണം അവരൊക്കെ വന്ന് അന്വേഷിച്ചാണേ, എന്നിട്ടും പരാജയപ്പെട്ട കേസാണ്. അവരൊക്കെ വന്ന് നേരിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താണ്. അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയില്ല, ഭയങ്കര സ്വീകരണമായിരുന്നു. സർക്കാരിൻ്റെ പ്രത്യേക അപ്രിസിയേഷനും ഫണ്ടും കാര്യങ്ങളും ക്യാഷ് റിവാർഡൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടി. എല്ലായിടത്തിലും കേക്കൊക്കെ മുറിച്ചിട്ട് സ്വീകരണം അവിടെ നിന്ന് ഓഫീസർമാരുടെ അടുത്ത്. ഇങ്ങനെ തെളിയാതെ കിടക്കുന്ന കേസൊക്കെ അന്വേഷിച്ചാൽ ഈ റിവാർഡ് കിട്ടും. റിവാർഡ് മറ്റേ ക്യാഷ് റിവാർഡിൻ്റെ മാത്രമല്ല, അതിന് ബാഡ്ജ് ഓഫ് ഓണർ എന്ന് പറയും. നമ്മുടെ എനിക്കൊക്കെ 6-7 ബാഡ്ജ് ഓഫ് ഓണർ ഉണ്ട്.
ഇങ്ങനെ ഇത് കണ്ടല്ലോ ഇങ്ങനെ ലോക്കറ്റ് ഇതുപോലെ കുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷം. അപ്പം നമ്മൾ അതിൽ ഇൻവോൾവ് ആവും ഫുൾ ടൈം. കാലത്ത് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ വന്ന് കിടക്കുമ്പോഴും നമ്മൾ അപ്പം സംസാരിക്കും. ഇപ്പം വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഇതിനെ പറ്റി പറഞ്ഞാൽ അതേ ഭാര്യ പറയും കുറച്ച് നിർത്തി പൊളിഞ്ഞ്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ആയി ഇൻവോൾവ് ആയി. അപ്പോൾ അതൊരു കലയാണ്. അതിപ്പോൾ നമ്മളൊരു പിൻ പോയിന്റ് ലൊക്കേഷനിൽ പോയി പിടിക്കുന്നത്, ഒരു മുടിയുടെ ഇഴയിൽ നിന്ന് നമുക്കൊരു പ്രതീപ് കിട്ടുന്നത്, അങ്ങനെ ഒക്കെ ഉള്ളത് നല്ല രസമായിട്ടുള്ള സംഭവങ്ങളാണ്. അത് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ടാവും. മറ്റൊരു അവസരത്തിൽ ഇനി പറയാം. താങ്ക് യു. ഓക്കെ.